എന്താണ് കൺസ്ട്രെയിൻസ് എന്ന് തുടക്കത്തിൽ ഒരു തവണ പറഞ്ഞിരുന്നു. കൺസ്ട്രെയിൻസ് ആർ നത്തിങ് ബട്ട് ലിമിറ്റേഷൻസ് ഇൻ ദ മോഷൻ ഓഫ് എ സിസ്റ്റം. ഒരു സിസ്റ്റത്തിൻ്റെ മൂവ്മെൻറ്റിന് പ്രതിബന്ധമായി നിൽക്കുന്ന ഏതൊന്നിനെയും നമ്മൾ കൺസ്ട്രെയിൻസ് എന്നാണ് വിളിക്കുക. കൺസ്ട്രെയിൻസ് ലിറ്ററലി മീൻസ് ലിമിറ്റേഷൻസ്, പ്രതിബന്ധങ്ങൾ എന്നുള്ള രീതിയിലാണ് പറയുക. ഫോർ എക്സാമ്പിൾ, ഇഫ് two objects are connected by an inextensible string, then the constraint in the motion of the two objects will be the distance between the two objects is remaining constant. രണ്ട് വസ്തുക്കൾ ഏതെങ്കിലും ഒരു ഇൻഎക്സ്റ്റൻസിബിൾ ആയിട്ടുള്ള ഒരു വസ്തു കൊണ്ട്, ഒരു റോഡാവാം, ഒരു സ്ട്രിങ് ആവാം, ഇവ കൊണ്ട് കണക്റ്റഡ് ആണെന്ന് കരുതുക. നമ്മുടെ അറ്റ്വുഡ്സ് മെഷീനിൽ നമ്മൾ കണ്ടിരുന്നു, ഒരു പുള്ളിയുടെ മുകളിലൂടെ കടന്നു പോകുന്ന ഒരു ചരടിൻ്റെ രണ്ടറ്റങ്ങളിലായിട്ട്, അഗ്രങ്ങളിലായിട്ട് രണ്ട് ബ്ലോക്കുകൾ തൂക്കിയിട്ടിരിക്കുന്നു. ബ്ലോക്കുകളുടെ മൂവ്മെൻറ്റ് M1 M2 എന്ന രണ്ട് ബ്ലോക്കുകളുടെ മൂവ്മെൻറ്റ് നടക്കുമ്പോൾ ഈ ബ്ലോക്കുകളെ കണക്ട് ചെയ്യുന്ന സ്ട്രിങ്ങിൻ്റെ നീളം കോൺസ്റ്റൻ്റായി നിലനിൽക്കുന്നത് കൊണ്ട് ഈ രണ്ട് ബ്ലോക്കുകൾക്കും ഒരിക്കലും പൂർണ്ണമായും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റില്ല. M1 എന്ന് പറയുന്ന ബ്ലോക്ക് മൂവ് ചെയ്യുമ്പോൾ M1-ൻ്റെ വെർട്ടിക്കൽ മോഷൻ M2-വിനെയും അഫക്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ കണ്ടത് അറ്റ്വുഡ്സ് മെഷീൻ പ്രോബ്ലത്തിൽ കണക്റ്റഡ് ബോഡീസിൻ്റെ ആക്സലറേഷൻ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഹാവിങ് സെയിം മാഗ്നിറ്റ്യൂഡ്. M1 എന്ന് പറയുന്ന ബ്ലോക്ക് താഴേക്ക് ഒരു നിശ്ചിത ആക്സലറേഷനിലൂടെ മൂവ് ചെയ്യുമ്പോൾ അതുമായി സ്ട്രിങ് വഴിയായി കണക്ട് ചെയ്തിരിക്കുന്ന M2 എന്ന് പറയുന്ന ബ്ലോക്ക് സെയിം മാഗ്നിറ്റ്യൂഡ് ഓഫ് ആക്സലറേഷനോട് കൂടി മുകളിലേക്ക് മൂവ് ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടു. ദാറ്റ് ഈസ് വൈ വി ഡിറൈവ്ഡ് ആൻ എക്സ്പ്രഷൻ ഫോർ ദ കോമൺ ആക്സലറേഷൻ ഓഫ് ദ മാസസ്. So all these cases, string or the length of the string remains constant എന്ന് പറയുന്നതാണ് അവിടുത്തെ കൺസ്ട്രെയിൻറ്റ് അല്ലെങ്കിൽ അവിടുത്തെ പ്രതിബന്ധം. അപ്പോൾ മിക്ക നമ്മുടെ മെക്കാനിക്കൽ പ്രോബ്ലങ്ങളിലും ഇത്തരത്തിലുള്ള കൺസ്ട്രെയിൻസ് അടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഇത്തരം പ്രോബ്ലംസിനെ സോൾവ് ചെയ്യുമ്പോൾ, കണക്റ്റഡ് ബോഡീസിൻ്റെ മൂവ്മെൻ്റ് ഒക്കെ പഠിക്കുമ്പോൾ ഇത്തരം കൺസ്ട്രെയിൻറ്റുകളെ കൂടി കണക്കിലെടുക്കണമെന്ന് ന്യൂട്ടൻ്റെ നിയമങ്ങളുടെ ആപ്ലിക്കേഷൻ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ അത്തരം കൺസ്ട്രെയിൻറ്റുകൾ ഉൾപ്പെട്ട ഏതാനും പ്രോബ്ലങ്ങളാണ് നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. തുടക്കത്തിൽ നമ്മൾ ലീനിയർ മോഷൻ അല്ലെങ്കിൽ റെക്റ്റിലീനിയർ മോഷൻ അടങ്ങുന്ന പ്രോബ്ലംസ് ആയിരിക്കും കൈകാര്യം ചെയ്യുക. അതിനുശേഷം നമ്മൾ സർക്കുലർ മോഷൻ അല്ലെങ്കിൽ റൊട്ടേഷണൽ മോഷൻ ഇൻവോൾവ് ചെയ്യുന്ന പ്രോബ്ലത്തിൻ്റെ എക്സാമ്പിൾസിലേക്ക് വരും. അപ്പോൾ 3 കോമൺ എക്സാമ്പിൾസ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. സോ ഐ വിൽ ബി ഡിസ്കസിങ് വൺ ബൈ വൺ. So we start with the first example, which includes the concept of constraints. So the example is wedge and block problem. ഇതൊരു വളരെ ക്ലാസിക്കൽ പ്രോബ്ലമാണ് ഫിസിക്സിൽ. നിങ്ങൾ ഇൻക്ലൈൻഡ് പ്ലെയിൻസ് എന്ന് പറഞ്ഞ് ഒരു പക്ഷേ +1 ക്ലാസ്സുകളിൽ സമാനമായ പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ടാവും. അതിൽ നിങ്ങൾ ഫോഴ്സുകൾ എഴുതാനും ഫോഴ്സുകളുടെ ഇക്വേഷൻസ് നെറ്റ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സലേഷൻ എന്ന് എഴുതിയിട്ട് ബ്ലോക്കിൻ്റെ ആക്സലേഷൻ കണ്ടുപിടിക്കുവാനും അതുവഴി ഫ്രിക്ഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ അല്ലേ, കൈനറ്റിക് ഫ്രിക്ഷൻ, ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ, ആംഗിൾ ഓഫ് റിപ്പോസ് എന്ന് പറയുന്ന കോൺസെപ്റ്റുകളൊക്കെ പഠിച്ചിരുന്നു. അപ്പോൾ അത്രത്തോളം ഒന്നും കോംപ്ലിക്കേഷൻസ് നമുക്കിപ്പോൾ പോകേണ്ട ആവശ്യമില്ല. കാരണം നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കുകളിലൊക്കെ ഫ്രിക്ഷൻ എന്ന് പറയുന്ന ഫോഴ്സിനെ കംപ്ലീറ്റായി നെഗ്ലക്റ്റ് ചെയ്തുകൊണ്ടാണ് നമ്മളുടെ ഡിസ്കഷൻ മുമ്പോട്ട് പോകുന്നത്. അതിനുശേഷം മുൻപോട്ടേക്കുള്ള ടോപ്പിക്കുകളിൽ നമ്മൾ ഫ്രിക്ഷനെ കൂടി ഉൾപ്പെടുത്തുകയും അപ്പോൾ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ എങ്ങനെ മാറുന്നു എന്ന് തിരിച്ചറിയുകയും ചെയ്യും. സോ ഐ ഹോപ്പ് വി ക്യാൻ പ്രൊസീഡ് വിത്ത്. അപ്പോൾ നമ്മുടെ എക്സാമ്പിൾ ഇവിടെ കണ്ടുകൊള്ളുക. നമുക്ക് ഇവിടെ ഒരു വെഡ്ജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ്റെ 3 ഡയമെൻഷണൽ സ്ട്രക്ചറിനെയാണ് വെഡ്ജ് എന്ന് പറയുക. ഓക്കെ, ഈ വെഡ്ജ് ഇവിടെ ഉണ്ട്. സോ യു ക്യാൻ ജസ്റ്റ് സീ ദ വെഡ്ജ് ഇൻ ദ ഡയഗ്രാം. So let me say the wedge is ABC എന്ന് ഞാൻ ഇതിനെ മാർക്ക് ചെയ്യാണ്. വെഡ്ജിനെ ഒരു ചരിവ് തലം, ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ എന്നേ ഉള്ളൂ. ആ വെഡ്ജിൻ്റെ മുകളിൽ സർട്ടൻ മാസ് ഉള്ള ഒരു ബ്ലോക്ക്. ഓക്കെ, സോ M എന്ന് പറയുന്ന മാസ്, നമ്മൾ അതിലേക്കൊന്നും പോകണമെന്നില്ല, എന്നാലും M മാസുള്ള ഒരു റെക്റ്റാങ്കുലർ ബ്ലോക്ക് ഈ വെഡ്ജിൻ്റെ ചരിവ് തലത്തിന് മുകളിൽ പ്ലേസ് ചെയ്തിരിക്കുന്നു എന്ന് കരുതുക. ഇനി ദ വെഡ്ജ് ഹാസ് ഗോട്ട് ആൻ ആംഗിൾ. വെഡ്ജ് ഹാസ് ഗോട്ട് ആൻ ആങ്കർ. സോ വെഡ്ജിൻ്റെ ആംഗിൾ നമുക്ക്
ഇവിടെ ഇതൊരു ഹൊറിസോണ്ടൽ പ്ലെയിൻ ആണ്. ഹൊറിസോണ്ടൽ പ്ലെയിനുമായിട്ട് വെഡ്ജ് ഉണ്ടാക്കുന്ന ആംഗിളിനെ നമുക്ക് തീറ്റ എന്ന് വിളിക്കാം. സോ ലെറ്റ് തീറ്റ ബി ദ വെഡ്ജ് ആംഗിൾ. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഹൊറിസോണ്ടൽ പ്ലെയിനും വെഡ്ജും തമ്മിലുള്ള സർഫസിൻ്റെ ഇടയ്ക്കുള്ള ഫ്രിക്ഷൻ നമ്മൾ കംപ്ലീറ്റ്ലി നെഗ്ലക്ട് ചെയ്യുന്നു എന്ന് കരുതുക. സപ്പോസ് ദാറ്റ് വി ആർ നെഗ്ലക്ടിങ് ദ ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ ഹൊറിസോണ്ടൽ പ്ലെയിൻ ആൻഡ് ദ ബോട്ടം സർഫസ് ഓഫ് ദ വെഡ്ജ്. അതുപോലെ തന്നെ നമുക്ക് തൽക്കാലം ഈ വെഡ്ജിൻ്റെ AC എന്ന് പറയുന്ന സർഫസും ബ്ലോക്കിൻ്റെ ലോവർ സർഫസുമായിട്ടുള്ള ഫ്രിക്ഷനും നമുക്ക് തൽക്കാലം നെഗ്ലക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കുന്നത് ഇതാണ്, ഈ വെഡ്ജിന് മുമ്പോട്ടേക്ക് ഒരു ആക്സലറേഷൻ ഉണ്ടെന്ന് കരുതുക. സപ്പോസ് ദാറ്റ് ദ വെഡ്ജ് ആസ് എ ഹോൾ ഈസ് മൂവിങ് ടുവേർഡ്സ് ദ റൈറ്റ്. ഓക്കെ, വലതുവശത്തേക്ക് വെഡ്ജ് സിസ്റ്റം മുമ്പോട്ടേക്ക് മൂവ് ചെയ്യുന്നു എന്ന് കരുതുക. സോ ലെറ്റ് മീ സേ ദാറ്റ് ദ വെഡ്ജ് ഈസ് ആക്സലറേറ്റിംഗ് ടുവേർഡ്സ് ദ റൈറ്റ് സൈഡ്. ഓക്കെ, ഇനി വെഡ്ജ് ആക്സലറേറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ വെഡ്ജിന് മുകളിൽ ഇരിക്കുന്ന ബ്ലോക്കും ആക്സലറേറ്റ് ചെയ്യപ്പെടും, ബിക്കോസ് ദേ ആർ കണക്റ്റഡ് ബോഡീസ്. അപ്പം ബ്ലോക്ക് റൈറ്റ് സൈഡിലേക്ക് ആക്സലറേറ്റ് ചെയ്യപ്പെടുന്നുണ്ടാവും വെഡ്ജിനോടൊപ്പം. അത് മാത്രമല്ല, അണ്ടർ ദ ഇഫക്റ്റ് ഓഫ് ഗ്രാവിറ്റി ദ ബ്ലോക്ക് ഷുഡ് ബി ഹാവിങ് ഡൗൺവേർഡ് മോഷൻ. ബ്ലോക്കിന് താഴേക്ക് ഒരു മൂവ്മെൻറ്റും ഉണ്ടാവും. ഓക്കെ, സോ ദ ബ്ലോക്ക് വിൽ ബി ഹാവിങ് എ മോഷൻ along the wedge or along the plane of the wedge, as well as along with the motion of the wedge towards the right side, it will be having a horizontal motion. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, നമുക്ക് we have to write the acceleration or we have to find out the acceleration of two bodies in the system, വെഡ്ജ് ബ്ലോക്ക് സിസ്റ്റം എന്ന് പറയുന്നത് വെഡ്ജ് പ്ലസ് ബ്ലോക്ക് ആണ്. വെഡ്ജ് പ്ലസ് ബ്ലോക്കിൽ വെഡ്ജിൻ്റെ മാത്രം ആക്സലറേഷൻ കണ്ടുപിടിക്കണം, അതുപോലെ ബ്ലോക്കിൻ്റെ മാത്രം ആക്സലറേഷൻ കണ്ടുപിടിക്കണം. ഇതാണ് നമ്മുടെ ടാർഗറ്റ്. ഓക്കെ, പക്ഷേ ഇവയിൽ ഒരു കൺസ്ട്രെയിൻ്റ് ഉണ്ട്. എന്താണ് കൺസ്ട്രെയിൻ്റ് എന്ന് പറയുന്നത്? ഈ മൂവ്മെൻറ്റിലുള്ള കൺസ്ട്രെയിൻ്റ് എന്താണ്? ഒരു കൺസ്ട്രെയിൻ്റ് ഇതാണ്, വെഡ്ജ് ഹൊറിസോണ്ടൽ സർഫസിൽ മൂവ് ചെയ്യുമ്പോൾ വെഡ്ജിന് ഒരിക്കലും വെർട്ടിക്കൽ മോഷൻ സാധ്യമല്ല. വെഡ്ജിന് +y ഡയറക്ഷനിലോ അല്ലെങ്കിൽ -y ഡയറക്ഷനിലോ ഒരു മൂവ്മെൻറ്റ് സാധ്യമല്ല. സോ ദാറ്റ് ഈസ് വൺ ഓഫ് ദ കൺസ്ട്രെയിൻറ്റ് ദാറ്റ് ദ വെഡ്ജ് ഹാസ് ഗോട്ട്. ഓക്കെ, ദർ ഈസ് നോ വെർട്ടിക്കൽ മോഷൻ ഫോർ ദ വെഡ്ജ്. അതായത് വെഡ്ജിൻ്റെ വെർട്ടിക്കൽ ആക്സലറേഷൻ എന്ന് പറയുന്നത് 0 ആയിരിക്കും. സോ ദാറ്റ് ഈസ് വൺ തിങ് ദാറ്റ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ്. വൺ ഓഫ് ദ കൺസ്ട്രെയിൻറ്റ് അതാണ്. അത് വളരെ വിസിബിൾ ആയിട്ടുള്ള, വളരെ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു കൺസ്ട്രെയിൻ്റ് ആണത്. വെഡ്ജ് കനോട്ട് ഹാവ് എ വെർട്ടിക്കൽ മോഷൻ. ഇറ്റ് കനോട്ട് ജമ്പ് അപ്പ് ഓർ ഇറ്റ് കനോട്ട് ഗോ ഡൗൺ, റൈറ്റ്? എന്നിരുന്നാൽ ഈ ബ്ലോക്കിൻ്റെ കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ബ്ലോക്കിന് ഹൊറിസോണ്ടൽ മോഷൻ സാധ്യമാണ്. എന്തുകൊണ്ട് ഹൊറിസോണ്ടൽ മോഷൻ സാധ്യമാണ്? ഒരു കാരണം വെഡ്ജിൻ്റെ റൈറ്റ് സൈഡിലേക്കുള്ള മോഷനാണ്. വെഡ്ജ് മൂവ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ബ്ലോക്കിനും ഒരു ഹൊറിസോണ്ടൽ ആയിട്ടുള്ള മൂവ്മെൻറ്റ് ഉണ്ടാവും എന്നുള്ള കാര്യം നമുക്കറിയാൻ പറ്റും. അതുമാത്രമല്ല, ഗ്രാവിറ്റിയുടെ ഇഫക്റ്റിൽ വെഡ്ജ് താഴേക്ക് ഊർന്നിറങ്ങും, അല്ലേ? വെഡ്ജ് താഴേക്ക് സ്ലൈഡ് ചെയ്ത് താഴേക്ക് ഇറങ്ങുന്നുണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും വെഡ്ജിൻ്റെ വെർട്ടിക്കൽ കോർഡിനേറ്റ്സിന് ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ ഇത് നമുക്ക് വെഡ്ജിന് ഒരു ഹൊറിസോണ്ടൽ ആക്സലറേഷൻ ഉണ്ടാവും എന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ നോട്ട് ദ വെഡ്ജ്, ദ ബ്ലോക്ക് വിൽ ബി ഹാവിങ് ബോത്ത് എ ഹൊറിസോണ്ടൽ ആക്സലറേഷൻ ആസ് വെൽ ആസ് എ വെർട്ടിക്കൽ ആക്സലറേഷൻ. അപ്പോൾ നമുക്ക് ഈ കാര്യങ്ങളാണ് റിലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഇങ്ങനെ ചെയ്യാം. ലെറ്റ്സ് മേക്ക് സം കോർഡിനേറ്റ്സ്. വളരെ സിമ്പിളായ കാര്യങ്ങളാണ്, നമ്മളതിന് എളുപ്പത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതിയാവും. ഇതൊരു കോർഡിനേറ്റ് സിസ്റ്റം അസ്യൂം ചെയ്യുകയാണ്. ഇതൊരു സിസ്റ്റമാറ്റിക് മെത്തേഡാണ്. സോ ലെറ്റ്സ് സേ ദാറ്റ് ദിസ് ഈസ് ദ ഒറിജിൻ ഓഫ് ദ കോർഡിനേറ്റ് സിസ്റ്റം. ഇനി പുറത്തുള്ള ഫിക്സഡ് ആയിട്ടുള്ള ഒരു കോർഡിനേറ്റ് സിസ്റ്റത്തിനെ ആധാരമാക്കിക്കൊണ്ട് വെഡ്ജിനും അതുപോലെ നമ്മുടെ ബ്ലോക്കിനും ചില കോർഡിനേറ്റ്സ് നമ്മൾ അസ്യൂം ചെയ്യുകയാണ്. സി വാട്ട് ഇസ് എ കോർഡിനേറ്റ്? ചിത്രത്തിൽ വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഈ കോർഡിനേറ്റ് സിസ്റ്റം പ്രകാരം വെഡ്ജിൻ്റെ എൻഡിലേക്കുള്ള വെഡ്ജിൻ്റെ കോർഡിനേറ്റ് നമുക്ക് വിളിക്കാം. വെഡ്ജിൻ്റെ സെൻട്രൽ മാസിൽ എടുക്കാമായിരുന്നു, പക്ഷേ വെഡ്ജിൻ്റെ ഒരു എഡ്ജിലാണ് എടുത്തിരിക്കുന്നത്. വെഡ്ജിൻ്റെ എൻഡിലേക്കുള്ള ഡിസ്റ്റൻസ് അലോങ് ദ എക്സ് ആക്സിസ്, നമുക്കിതിനെ എക്സ് ആക്സിസ് എന്ന് എടുക്കാൻ പറ്റും. ഈ ഒരു ആക്സിസിനെ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ y ആക്സിസ് എന്ന് ലേബിൾ ചെയ്യുന്നു എന്ന് കരുതുക. സോ ദ പൊസിഷൻ ഓഫ് ഹൊറിസോണ്ടൽ പൊസിഷൻ ഓർ ഹൊറിസോണ്ടൽ കോർഡിനേറ്റ് ഓഫ് ദ വെഡ്ജ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ X. ഓക്കെ, വെഡ്ജ് റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുന്നതോറും X-ന്റെ മാഗ്നിറ്റ്യൂഡ് കൂടി വരും. വെഡ്ജിന് ലെഫ്റ്റ് സൈഡിലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ X-ന്റെ മാഗ്നിറ്റ്യൂഡ് കുറഞ്ഞു വരും എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ബ്ലോക്കിൻ്റെ പൊസിഷൻ ഏതെങ്കിലും ഒരു ഇൻസ്റ്റന്റ് T എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റന്റിലാണ് നമ്മളിത് പറയുന്നത്. സോ ബ്ലോക്കിൻ്റെ പൊസിഷനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? രണ്ട് കോർഡിനേറ്റുകൾ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. സോ ബ്ലോക്കിൻ്റെ പൊസിഷൻ ഈ ഒരു പോയിന്റ് ആണെന്ന് കരുതുക. അപ്പോൾ ഇതിൻ്റെ കോർഡിനേറ്റ്സ് എന്തൊക്കെയാണ് കാണാൻ പറ്റും? എക്സ് ആക്സിൽ നിന്നും അല്ലെങ്കിൽ എക്സ് ആക്സിസിൻ്റെ ടേംസിൽ സ്മോൾ എക്സ് ആണ് ബ്ലോക്കിൻ്റെ കോർഡിനേറ്റ്സ്. അതായത് ബ്ലോക്കിൻ്റെ കോർഡിനേറ്റ്സ് നമ്മൾ എന്താ എഴുതേണ്ടത്?
ഒരു എക്സ് വൈ പ്ലെയിനിൽ കോർഡിനേറ്റുകൾ എഴുതുന്നത് എക്സ് കോമ വൈ എന്നാണ്. അപ്പോൾ അതിലെ എക്സ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ്, നിങ്ങൾക്കറിയാം. സോ എക്സ് ഈസ് ദ ഡിസ്റ്റൻസ്, ചിത്രത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വൈ ഡയറക്ഷനിലുള്ള അതിൻ്റെ ഹൈറ്റ് അല്ലെങ്കിൽ വൈ കോർഡിനേറ്റ് എന്ന് പറയുന്നത്, സോ ദാറ്റ് ഈസ് ഡിനോട്ട് ബൈ സ്മോൾ ലെറ്റർ വൈ ഹിയർ. അതിവിടെ കാണിച്ചു എന്നേ ഉള്ളൂ. സോ എക്സ് ആൻഡ് വൈ. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ this much is your x small x, up to here this is small x, and this one is what, small y. So the coordinates of this point are x comma y, correct? Ini if that is the case, okay, let's see what is the relation between acceleration of the wedge and acceleration of the block. Okay, അപ്പോൾ ഒന്ന് ഞാൻ എഴുതുകയാണ്. for the നമ്മുടെ സിസ്റ്റത്തിലെ ഓരോ ബോഡീസിന് സെപ്പറേറ്റ് ആയിട്ടൊന്ന് കരുതുകയാണ്. For the wedge, ചെരിവ് തലത്തിനാണ്. What about vertical acceleration? I can say the vertical acceleration is what, 0, right? കാരണം വെർട്ടിക്കലി അതിന് y ഡയറക്ഷനിൽ മൂവ്മെന്റ് ഉണ്ടാവില്ല. വെർട്ടിക്കൽ ആക്സലറേഷൻ എന്നുള്ളതിനെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, AV എന്ന് വേണമെങ്കിൽ എഴുതാം. ആക്സലറേഷൻ ഓഫ് ദ along the vertical direction, അല്ലെങ്കിൽ AY എന്ന് വിളിച്ചോളൂ. AY ഫോർ ദ വെഡ്ജ് ആണ് ഞാൻ എഴുതുന്നത്. സോ AY എന്ന് പറഞ്ഞാൽ ശരിക്കും വെഡ്ജിൻ്റെ കോർഡിനേറ്റ്സ് നമ്മൾ എക്സ് കോർഡിനേറ്റ് എടുത്തിട്ടുണ്ട്, മറ്റുള്ളത് വൈ കോർഡിനേറ്റ് ആണ്. ഓക്കെ, വൈ എന്ന് പറയുന്നത് കോർഡിനേറ്റ് വൈ ഈക്വൽ ടു 0 എന്ന് എടുത്താലും മതി, ക്യാപിറ്റൽ വൈ. സോ വെഡ്ജിൻ്റെ ആക്സലറേഷൻ വിൽ ബി ഈക്വൽ ടു 0. ദാറ്റ് ഇസ് തിങ്. വൈ ഡബിൾ ഡോട്ട് ഈക്വൽ ടു 0 എന്ന് വേണമെങ്കിൽ എഴുതാം. ദാറ്റ്സ് ഇനഫ് ഫോർ ദ വെഡ്ജ് AY ഈക്വൽ ടു 0. കറക്റ്റ്. ഇനി നമുക്ക് ഫോർ ദ ബ്ലോക്കിൻ്റെ ആക്സലറേഷൻ ആണ് നമ്മൾ എഴുതേണ്ടത്. ഇപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ബ്ലോക്കിന് ഒരു ഹൊറിസോണ്ടൽ മോഷനും ഉണ്ട് എലോങ് എക്സ് ആക്സിസ്. അപ്പോൾ അതായത് ബ്ലോക്കിന് ഒരു AX എന്ന് പറഞ്ഞൊരു കോമ്പോണൻറ്റ് ഉണ്ടാവും, ആക്സലറേഷൻ X കോമ്പോണൻറ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ ബ്ലോക്കിന് എന്തുണ്ടാവും, ഒരു ഇറ്റ് ഹാസ് ഗോട്ട് വാട്ട് ഈസ് നോൺ ആസ് എ ഡൗൺവേർഡ് ആക്സലറേഷൻ ഓൾസോ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്തായിരിക്കും, ബ്ലോക്കിന് വെർട്ടിക്കലായിട്ട് ഒരു ആക്സലറേഷൻ ഉണ്ടാവും. അപ്പോൾ ഇതാണ് അതിൻ്റെ ഐഡിയ അല്ലേ. എക്സ് എന്ന് പറയുന്ന ഒരു ഡയറക്ഷനിൽ ഒരു മോഷൻ ഉണ്ട്, അതുപോലെ ഈ ഒരു ഡയറക്ഷനിലും മോഷൻ ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ഡയറക്ഷനിലുള്ള മീൻസ് സ്ലാൻഡഡ് ആയിട്ടുള്ള വെഡ്ജിൻ്റെ പ്ലെയിൻ്റെ ഡയറക്ഷനിലുള്ള മോഷനെ നമുക്ക് രണ്ട് കോമ്പോണൻ്റ് ആയിട്ട് വേണമെങ്കിൽ ആഡ് ചെയ്യാൻ പറ്റും. ഒരു കമ്പോണൻറ്റ് ഇങ്ങോട്ടേക്ക് ഉണ്ടാവും, ഒരു കമ്പോണൻറ്റ് ഇങ്ങോട്ടേക്ക് ഉണ്ടാവും. അതിൻ്റെ അർത്ഥം ഇതിന് എക്സ് ഡയറക്ഷനിൽ ഒരു മോഷൻ ഉണ്ട്, മൈനസ് വൈ ഡയറക്ഷനിൽ ഒരു മോഷൻ ഉണ്ട് എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഫോർ ദ ബ്ലോക്ക് നമുക്ക് ആക്സലറേഷൻ അലോങ് എക്സ് ആക്സിസിനെ എങ്ങനെ വിളിക്കുക? വാട്ട് ഈസ് ആക്സലറേഷൻ അലോങ് എക്സ് ആക്സിസ്? ആക്സലറേഷൻ അലോങ് എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? d സ്ക്വയർ എക്സ്, ഏത് കോർഡിനേറ്റിൻ്റെ ആണോ അല്ലേ എക്സ് അല്ലേ മാറുന്നത്. സോ d സ്ക്വയർ എക്സ് ബൈ dt സ്ക്വയർ എന്നാണ് നമ്മൾ വിളിക്കാറുള്ളത്. ഇതിനെ നമ്മൾ സിംബോളിക് ആയിട്ട് എഴുതുന്നതാണ് എക്സ് ഡബിൾ ഡോട്ട്. ഫോർ ദോസ് ഹു ജോയിൻഡ് ലേറ്റ് ടു ദ ക്ലാസ് റൂം അവർ ശ്രദ്ധിക്കുക, d സ്ക്വയർ എക്സ് ബൈ dt സ്ക്വയർ എന്നുള്ളതിന് നമ്മൾ ഉപയോഗിക്കുന്ന സിമ്പലാണ് എക്സ് ഡബിൾ ഡോട്ട്. ഇഫ് യു പുട്ട് എക്സ് ഡോട്ട്, എക്സിന് മുകളിൽ ഒരു ഡോട്ട് മാത്രം ഇടുകയാണെങ്കിൽ ദാറ്റ് ഈസ് dx by dt വിച്ച് ഇസ് നത്തിങ് ബട്ട് വെലോസിറ്റി. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സിംബോളിക് ലാംഗ്വേജ് ആണ് നമ്മൾ ഉപയോഗിച്ച് വരുന്നത്. ഓക്കെ, സോ അതുപോലെ ഫോർ ദ ബ്ലോക്ക് ദർ ബി ആൻ ആക്സലറേഷൻ അലോങ് ദ വൈ ഡയറക്ഷൻ ഓൾസോ അല്ലേ. അതിനെ നമുക്ക് AY എന്ന് പറയാം. AY. അപ്പോൾ ഈ AY എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇറ്റ് വിൽ ബി വൈ കോർഡിനേറ്റിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് ആയിരിക്കണ്ടേ. സോ ദാറ്റ് വിൽ ബി d സ്ക്വയർ വൈ ഡിവൈഡഡ് ബൈ എന്തായിരിക്കും dt സ്ക്വയർ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ അങ്ങനെയെങ്കിൽ നമുക്കതിനെ എങ്ങനെയാണ് രേഖപ്പെടുത്തേണ്ടതെന്ന് അറിയാമല്ലോ. സോ ദാറ്റ് വിൽ ബി റെപ്രസെൻറ്റഡ് ആസ് വാട്ട്? ഇറ്റ് വിൽ ബി റെപ്രസെൻറ്റഡ് ആസ് y ഡബിൾ ഡോട്ട്. ഇറ്റ്സ് ഈക്വൽ ടു y. യെസ് പ്ലീസ്. സർ വെഡ്ജിന് AX ഇല്ല. വെഡ്ജിന് AY0 AX ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും വെഡ്ജിന് AX ഉണ്ടാവും കേട്ടോ. AY ഈക്വൽ ടു 0, വെഡ്ജ് വിൽ ബി ഹാവിംഗ് ആൻ AX. Okay, what will be AX? What will be AX? What is AX equal to? എന്തായിരിക്കും? It will be equal to the second derivative of the x coordinate of the wedge ആയിരിക്കും അല്ലയോ. So I can write for the wedge AX will be equal to d square x divided by dt square എന്ന് എഴുതാം. നിങ്ങളിവിടെ നോട്ട് ചെയ്യുന്നുണ്ടാവുമെന്ന് കരുതുന്നു. സി, ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് സ്മോൾ എക്സ് ആണ്. സ്മോൾ എക്സ് എന്ന് പറയുന്നത് ബ്ലോക്കിൻ്റെ കോർഡിനേറ്റ് ആണ്. ക്യാപിറ്റൽ എക്സ് എന്ന് പറയുന്നത് എന്തിൻ്റെയാണ്? വെഡ്ജിൻ്റെ കോർഡിനേറ്റ് ആണ്. സോ ലൈക്ക് സംബഡി ഹാസ് ആസ്ക്ഡ് നൗ, ഓക്കെ, ദ ഹൊറിസോണ്ടൽ ആക്സലറേഷൻ ഓഫ് ദ വെഡ്ജ് ഈസ് d സ്ക്വയർ എക്സ് ബൈ dt സ്ക്വയർ. അതിന് നമ്മൾ എങ്ങനെ എഴുതണം? ക്യാപിറ്റൽ എക്സ് ഡബിൾ ഡോട്ട്. അതായത് ഇവിടെ 3 ആക്സലറേഷൻസ് ആണ് നമ്മൾ പരിഗണിക്കേണ്ടത്. ഓക്കെ, ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ആക്സലറേഷൻ ഓഫ് ദ ബ്ലോക്ക്,
ആൻഡ് ഹൊറിസോണ്ടൽ ആക്സലറേഷൻ ഓഫ് ദ വെഡ്ജ്. ഇനി നമ്മുടെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞാൽ ഇവരൊക്കെ കണക്റ്റഡ് ബോഡി ആയതുകൊണ്ട് തന്നെ ഈ ആക്സലറേഷൻസ് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എക്സ് ഡബിൾ ഡോട്ടും ക്യാപിറ്റൽ എക്സ് ഡബിൾ ഡോട്ടും സ്മോൾ എക്സ് ഡബിൾ ഡോട്ടും വൈ ഡബിൾ ഡോട്ടും തമ്മിൽ ഒരു ബന്ധമുണ്ട്. ദേ ആർ റിലേറ്റഡ്, ദേ ആർ കണക്റ്റഡ്, ദേ കനോട്ട് മൂവ് ഇൻ ദ വേ ഇൻ വിച്ച് ദേ വോണ്ട്. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? കൺസ്ട്രെയിൻസ്. ദേ ആർ നോട്ട് ഫ്രീ, ദേ ആർ നോട്ട് ഇൻഡിപെൻഡൻറ്റ്. അപ്പോൾ അവരൊക്കെ തമ്മിലൊരു കണക്ഷൻ ഉണ്ടാവും. ഓക്കെ, ബ്ലോക്കിന് സ്വതന്ത്രമായിട്ട് മൂവ് ചെയ്യാൻ പറ്റില്ല. കാരണം ബ്ലോക്കിന്റെ മൂവ്മെന്റിനെ ആരും കൂടെ കൺട്രോൾ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അഫക്ട് ചെയ്യപ്പെടുന്നുണ്ട്, വെഡ്ജിന്റെ മൂവ്മെന്റ് കൂടെ അഫക്ട് ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ എക്സാമ്പിളിനെ കൺസ്ട്രെയിൻസ് എന്നുള്ള ഗണത്തിൽപ്പെടുത്തി ഡിസ്കസ് ചെയ്യാൻ കാരണം. സോ നൗ ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് വാട്ട് ഇസ് ദ റിലേഷൻ ബിറ്റ്വീൻ ദീസ് ത്രീ ക്വാണ്ടിറ്റീസ്. ഏതൊക്കെയാണ് നമ്മുടെ ക്വാണ്ടിറ്റീസ്? ഒന്ന് എക്സ് ഡബിൾ ഡോട്ട്, ക്യാപിറ്റൽ എക്സ് ഡബിൾ ഡോട്ട് കാണുമ്പോൾ നിങ്ങൾ ഓർത്താൽ മതി, ദാറ്റ് ഇസ് നത്തിങ് ബട്ട് ദ ആക്സലറേഷൻ ഓഫ് ദ വെഡ്ജ്, ഓക്കെ, അലോങ് ദ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ. സ്മോൾ എക്സ് ഡബിൾ ഡോട്ട് എന്ന് കാണുമ്പോൾ എന്താണ്? ദാറ്റ് ഈസ് ദ ഹൊറിസോണ്ടൽ ആക്സലറേഷൻ ഓഫ് ദ ബ്ലോക്ക്, ദാറ്റ് ഈസ് അലോങ് എക്സ് ഡയറക്ഷൻ. What is y double dot? That is also the vertical acceleration of the block which is along y direction. Correct? y എന്ന് പറയുമ്പോൾ പ്ലസ് വൈ മൈനസ് വൈ. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഇവർ തമ്മിലുള്ള ബന്ധം കണ്ടുപിടിക്കാം. ബന്ധം കണ്ടുപിടിക്കാൻ വളരെ സിമ്പിളായ ഒരു ജോമെട്രി നമ്മളിവിടെ പരിഗണിക്കുകയാണ്. ഈ ചിത്രത്തിൽ തന്നെ നിങ്ങൾ കണ്ടോളൂ. ഐ ക്യാൻ യൂസ് സം ആംഗിൾ ഹിയർ. തീറ്റ എന്ന് പറയുന്നത് നമ്മൾ വെഡ്ജ് ആംഗിൾ ആയിട്ട് എടുത്തിട്ടുണ്ടല്ലോ. സോ തീറ്റ ഇസ് ദ വെഡ്ജ് ആംഗിൾ. ഇഫ് ദിസ് ഇസ് തീറ്റ, this one also will be equal to theta. Okay, this angle is also equal to theta. ഈ ട്രയാങ്കിളിൽ നമുക്ക് ഇങ്ങനെ ഒരു കൺസ്ട്രക്ഷൻ നടത്തുകയാണെങ്കിൽ ഇതും തീറ്റ തന്നെയായിരിക്കും. കറക്റ്റ് അല്ലയോ? ഞാൻ ഇതിനെ ചെറിയൊരു ട്രയാങ്കിൾ, ആൻഡ് ദിസ് പർട്ടിക്കുലർ ട്രയാങ്കിൾ ഹാസ് ബീൻ ഡ്രോൺ സൈഡ് ബൈ സൈഡ്. ഇവിടെയാണ് ഈ ഒരു ട്രയാങ്കുലർ പാർട്ടാണ് ഇവിടേക്ക് മാറ്റി വരച്ചിട്ടുണ്ട്. ക്ലിയർ ആണെന്ന് കരുതുന്നു. അപ്പോൾ താഴെയുള്ള വെഡ്ജിൻ്റെ സെയിം ആംഗിൾ ആയിരിക്കും ഇവിടെയും വരിക എന്നുള്ളത് വളരെ വ്യക്തമാണ് നിങ്ങൾക്ക്. അപ്പോൾ ഇത് തീറ്റയാണ്. ഈ ഡയഗ്രാമിൽ നിന്നും നിങ്ങളൊരു കാര്യം ചെയ്തോളൂ. സോ ജസ്റ്റ് ടേക്ക് വാട്ട് ഈസ് കോഡ് തീറ്റ. കോഡ് ടാൻ തീറ്റ എടുക്കുന്നതിന് പകരം നമ്മൾ കോഡ് തീറ്റ എടുക്കുന്നേ ഉള്ളൂ. യു ക്യാൻ പ്രൊസീഡ് ബൈ ടേക്കിംഗ് ടാൻ തീറ്റ ആസ് വെൽ, പ്രശ്നമൊന്നുമില്ല. സോ കോഡ് തീറ്റ എടുക്കുന്നു. വാട്ട് ബി കോഡ് തീറ്റ ഈക്വൽ ടു? കോഡ് തീറ്റ ഈസ് ഈക്വൽ ടു അഡ്ജസൻറ്റ് സൈഡ്, അല്ലേ? ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. സോ ഇറ്റ് വിൽ ബി ഈക്വൽ ടു അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ് ആണ്. അപ്പോൾ അഡ്ജസൻറ്റ് സൈഡിനെയും ഓപ്പോസിറ്റ് സൈഡിനെയും ചില ഫിക്സഡ് ക്വാണ്ടിറ്റീസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, അല്ലേ? എന്താ കാരണം? അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുന്നത് ഇവിടെ ഈ ദൂരമാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ദിസ് ഇസ് ദ ഡിസ്റ്റൻസ്. ഓക്കെ, അതിന് നമുക്ക് എന്തായിട്ട് എഴുതാം? സ്മോൾ എക്സ് മൈനസ് ക്യാപിറ്റൽ എക്സ് എന്ന് എഴുതാമല്ലോ. സ്മോൾ എക്സ് മൈനസ് ക്യാപിറ്റൽ എക്സ് എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, വ്യക്തമാണെന്ന് കരുതുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. സോ അഡ്ജസൻറ്റ് സൈഡ് ഈസ് സ്മോൾ എക്സ് മൈനസ് ക്യാപിറ്റൽ എക്സ്. അതാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, എക്സ് മൈനസ് ക്യാപിറ്റൽ എക്സ്. ചിത്രമായിട്ട് നിങ്ങൾ അതിൻ്റെ പേരന്റ് ഡയഗ്രാമുമായിട്ടൊന്ന് കൂട്ടി വായിച്ചാൽ മതിയാവും. ഇനി അതുപോലെ തന്നെ വെഡ്ജിൻ്റെ ഹൈറ്റ് എച്ച് എന്ന് എടുത്തുനിന്ന് വരുന്നത് അതൊരു ഫിക്സഡ് ക്വാണ്ടിറ്റി ആണ്. വെഡ്ജിൻ്റെ ഹൈറ്റ് ആണ് ഇവിടെ എച്ച് എന്ന് കാണിച്ചിരിക്കുന്നത്. എച്ച് ഇസ് ദ ഹൈറ്റ് ഓഫ് ദ വെഡ്ജ്, ചിത്രത്തിൽ കാണാൻ പറ്റും. ഇനി ഹൈറ്റ് ഓഫ് ദ വെഡ്ജുമായി കണക്ട് ചെയ്ത് പറയുകയാണെങ്കിൽ ഈ ഒരു ദൂരം ഓപ്പോസിറ്റ് സൈഡ് ഇൻ ദ ട്രയാങ്കിൾ ദാറ്റ് വിൽ ബി ഈക്വൽ ടു ഹൈറ്റ് ഓഫ് ദ വെഡ്ജ് മൈനസ് ദ വൈ കോർഡിനേറ്റ് ഓഫ് ദ ബ്ലോക്ക് എന്ന് കാണാൻ പറ്റും. എച്ച് മൈനസ് വൈ അതിവിടെ കാണിച്ചിട്ടുണ്ട്. സോ ഇറ്റ് ബി എക്സ് മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ എച്ച് മൈനസ് വൈ എന്ന് കിട്ടും. ലെറ്റ്സ് ജസ്റ്റ് മേക്ക് എ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. അപ്പോൾ എന്താ കിട്ടുക? ഐ വിൽ ബി ഗെറ്റിംഗ് therefore it is equal to small x minus capital X. അതിൻ്റെ മീനിങ്ങുകളിലേക്ക് നമ്മൾ പോയാൽ മതിയാവും. സ്മോൾ എക്സ് മൈനസ് ക്യാപിറ്റൽ എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു എച്ച് മൈനസ് വൈ ഇൻറ്റു കോട്ട് തീറ്റ. എച്ച് മൈനസ് വൈ ഇൻറ്റു കോട്ട് തീറ്റ. ഞാൻ വളരെ സ്ലോ ആയിട്ട് പോവുകയാണ്. എച്ച് മൈനസ് വൈ ഇൻറ്റു കോട്ട് തീറ്റ. അപ്പോൾ ഇതാണ് നമുക്ക് ഇവർ തമ്മിൽ കിട്ടുന്ന ഒരു റിലേഷൻ, അല്ലേ? ഇതിൽ തീറ്റ എന്ന് പറയുന്നത് ഇൻക്ലൈൻഡ് വെഡ്ജിൻ്റെ ആംഗിൾ ആണ്, വിച്ച് ഇസ് എ കോൺസ്റ്റന്റ്. തീറ്റ ഇസ് എ കോൺസ്റ്റന്റ്. ഓക്കെ, ഇവിടെ തീറ്റയെ നമുക്ക് വേണമെങ്കിൽ കോൺസ്റ്റന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. ഇനി തീറ്റയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതിയാവും? നിങ്ങൾക്ക് തീറ്റ വേരിയേഷന് പരിഗണിച്ചാൽ മതിയാവും. അതർവൈസ് യു ട്രീറ്റ് തീറ്റ ആസ് എ കോൺസ്റ്റന്റ്. എച്ച് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്, അല്ലയോ? ഇതിൽ വേരിയബിൾസ് നമ്മൾ ഓൾറെഡി കണ്ടു. ഏതൊക്കെയാണ് വേരിയബിൾസ്? സ്മോൾ എക്സ്, സ്മോൾ വൈ, ക്യാപിറ്റൽ എക്സ് ആർ ദ വേരിയബിൾസ് ഹിയർ. ഇനി ഇതിൽ നിന്നും നമുക്ക് വേണ്ടത് ഇവരുടെ ആക്സലറേഷൻസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണല്ലോ. ആക്സലറേഷൻ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം നിങ്ങൾക്കറിയാം. യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് എക്സ് ഡബിൾ ഡോട്ട് വൈ ഡബിൾ ഡോട്ട് എക്സെട്ര. അതിനുവേണ്ടി നമ്മൾ ഈ ഇക്വേഷനെ കോൾ ദിസ് ഇക്വേഷൻ as ഇക്വേഷൻ നമ്പർ 1. ഈ ഇക്വേഷൻ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണ്. ഡിഫറൻഷിയേറ്റിംഗ് ത്രൂ ഔട്ട് വിത്ത് റെസ്പെക്ട് ടു ടൈം. നമുക്ക് 2 തവണ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താലാണ് ആക്സലറേഷൻ എത്തുക. അപ്പോൾ ആദ്യത്തെ തവണ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? സോ therefore ഡിഫറൻഷിയേറ്റിംഗ്
differentiating with respect to time. ഓക്കെ, എന്താ കിട്ടുക? നമുക്ക് കിട്ടുക എക്സ് ഡോട്ട് അല്ലേ ഡി എക്സ് ബൈ ഡി ടി എന്ന് എടുക്കണം. ഡി ബൈ ഡി ടി ഓഫ് എന്ന് പറഞ്ഞിട്ട് എടുത്താൽ മതി. അപ്പം ഡി എക്സ് ബൈ ഡി ടി മൈനസ് എക്സ് ഡോട്ട് അല്ലേ എന്നാ വരിക ക്യാപിറ്റൽ എക്സ് ഡോട്ട് എന്ന് പറഞ്ഞാൽ ഡി ബൈ ഡി ടി ഓഫ് ക്യാപിറ്റൽ എക്സ് എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ഇവിടെ നോക്കണേ, ആദ്യത്തെ ടേം എന്തായിരിക്കും? എച്ച് കോട്ട് തീറ്റ. റൈറ്റ് സൈഡിൽ നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ആദ്യത്തെ ടേം ഓപ്പൺ ചെയ്യുമ്പോൾ എച്ച് കോട്ട് തീറ്റ എന്നാണ്. എച്ച് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. കോട്ട് തീറ്റ എന്ന് പറയുന്നത് തീറ്റ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് തന്നെ കോട്ട് തീറ്റയും കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് എ കോൺസ്റ്റന്റ് എത്രയാണ്? 0 എന്ന് വരും. മനസ്സിലായല്ലോ? മൈനസ് എന്താണ് അടുത്ത് വരിക? ഡെറിവേറ്റീവ് ഓഫ് വൈ കോട്ട് തീറ്റ എന്ന് വരും. ഡെറിവേറ്റീവ് ഓഫ് വൈ കോട്ട് തീറ്റ, അതിൽ കോട്ട് തീറ്റ കോൺസ്റ്റന്റ് ആണ്. ഡെറിവേറ്റീവ് ഓഫ് വൈ എന്ന് പറയുന്നത് എന്തായിരിക്കും? വൈ ഡോട്ട് എന്ന് പറയും. സോ ഇറ്റ് ബി വൈ ഡോട്ട് കോട്ട് തീറ്റ, വേർ വൈ ഡോട്ട് ഈസ് ഡി വൈ ബൈ ഡി ടി, എക്സ് ഡോട്ട് ഈസ് ഡി എക്സ് ബൈ ഡി ടി. വൺസ് അഗെയിൻ ഓക്കെ, സോ ദർ ഈസ് നത്തിങ് ദാറ്റ് ഈസ്. പക്ഷെ നമുക്ക് ഇപ്പം കിട്ടിയത് വെലോസിറ്റി റിലേഷൻസ് ആണ്. ഇവരുടെ വെലോസിറ്റികൾ തമ്മിലുള്ള റിലേഷനാണ് കിട്ടിയത്. ഇനി ഒരു തവണയും കൂടെ നമ്മൾ ഇതേ ഇക്വേഷൻ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ, സോ ഡിഫറൻഷിയേറ്റിംഗ് എഗെയിൻ, നിങ്ങൾക്ക് ഒറ്റ തവണയായിട്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ജസ്റ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യുന്നതേ ഉള്ളൂ. ഡിഫറൻഷിയേറ്റിംഗ് എഗൈൻ വിത്ത് റെസ്പെക്ട് ടു ടൈം. സോ വാട്ട് ബി ദ തിങ്? എക്സ് ഡോട്ടിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ എക്സ് ഡബിൾ ഡോട്ട് മൈനസ് ക്യാപിറ്റൽ എക്സ് ഡോട്ടിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് ക്യാപിറ്റൽ എക്സ് ഡബിൾ ഡോട്ട്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ദാറ്റ് ഈസ് ഗോൺ. ദെൻ മൈനസ് അല്ലേ വൈ ഡോട്ടിൻ്റെ കോട്ട് തീറ്റ വീണ്ടും കോൺസ്റ്റന്റ് ആണല്ലോ. സോ വൈ ഡോട്ടിന് കിട്ടും വൈ ഡബിൾ ഡോട്ട് കോട്ട് തീറ്റ എന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. വൈ ഡബിൾ ഡോട്ട് കോട്ട് തീറ്റ എന്ന് കിട്ടുന്നുണ്ട്. ഓക്കെ, സോ ദിസ് ഇക്വേഷൻ നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിർത്താം. ദാറ്റ്സ് ഇനഫ്. ബട്ട് ലെറ്റ്സ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. വാട്ട്സ് എ മീനിങ്? ഓക്കെ, അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. ഞാൻ ഇങ്ങനെ എഴുതുകയാണ്. ഐ എം റീഅറേഞ്ചിങ് ഇറ്റ്. ക്യാപിറ്റൽ എക്സ് ഡബിൾ ഡോട്ട് ഈസ് ഈക്വൽ ടു, ക്യാപിറ്റൽ എക്സ് ഡബിൾ ഡോട്ടിനെ ഞാൻ പ്ലസ് ആയിട്ട് എഴുതി. So what that will be equal to? That will be equal to small x double dot plus y double dot cot theta. ഒന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. തിരിച്ചും എഴുതാം അല്ലേ? ക്യാപിറ്റൽ എക്സ് ഡബിൾ ഡോട്ട് ഈസ് ഈക്വൽ ടു സ്മോൾ എക്സ് ഡബിൾ ഡോട്ട് പ്ലസ് വൈ ഡബിൾ ഡോട്ട് കോട്ട് തീറ്റ. സോ ദിസ് ഈസ് വാട്ട് ഈസ് നോൺ ആസ് ആൻ ഇക്വേഷൻ ഓഫ് കൺസ്ട്രെയിൻറ്റ്. അതായത് ക്യാപിറ്റൽ എക്സ് ഡബിൾ ഡോട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ വെഡ്ജിൻ്റെ ആക്സലറേഷൻ ആണ്. ദിസ് ഈസ് ദ ഹൊറിസോണ്ടൽ ആക്സലറേഷൻ ഓഫ് wedge ആണ്. This one is the horizontal acceleration of block ആണ്. This one is the vertical acceleration of block ആണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ മൂന്ന് ആക്സലറേഷൻസും ഇൻഡിപെൻഡൻ്റ് അല്ല. They are related to each other by a constraint equation. So this equation is what is known as the constraint equation. So which says that they are not independent. That's all. അപ്പോൾ ഇത്തരം കൺസ്ട്രെയിൻറ്റ് ഇക്വേഷൻസ് നമ്മളെ സിസ്റ്റത്തെ പഠിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പലപ്പോഴും ഇവർ ഓക്കെ എങ്ങനെ മൂവ് ചെയ്യുന്നു എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ നമുക്ക് ഇത്തരം കൺസ്ട്രെയിൻറ്റ് ഇക്വേഷൻസ് ഉപയോഗിക്കേണ്ടി വരും. ഹോപ്പ് ദാറ്റ് ദ കോൺസെപ്റ്റ് ഈസ് ഓൾമോസ്റ്റ് ക്ലിയർ. ഇവിടെ നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പരിഗണിക്കാനുണ്ട്. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മൾ വെഡ്ജിൻ്റെയും അതുപോലെ ബ്ലോക്കിൻ്റെയും ആക്സലറേഷൻസ് കൺസിഡർ ചെയ്തപ്പോൾ വി ഹാവ് ചോസൺ ആൻ എക്സ്റ്റേണൽ കോർഡിനേറ്റ് സിസ്റ്റം അല്ലേ? ഇവിടെ എക്സ് വൈ എന്ന് പറയുന്ന ഒരു എക്സ്റ്റേണൽ കോർഡിനേറ്റ് സിസ്റ്റത്തിനെ ചൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ശ്രമിച്ചത്. മീൻസ് ഐ ഡിഡിൻ ചൂസ് എ കോർഡിനേറ്റ് സിസ്റ്റം ദാറ്റ് ഈസ് ഫിക്സഡ് ഓൺ ദ വെഡ്ജ്. വെഡ്ജിൽ തന്നെ ഫിക്സ് ചെയ്തിരിക്കുന്ന ഒരു കോർഡിനേറ്റ് സിസ്റ്റം ചൂസ് ചെയ്യുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്തു? ഒരു പുറത്ത് ഫിക്സ് ചെയ്തിരിക്കുന്ന ഒരു കോർഡിനേറ്റ് സിസ്റ്റമാണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. എക്സ്റ്റേണൽ ഫിക്സ്ഡ് കോർഡിനേറ്റ് സിസ്റ്റമാണ് ചൂസ് ചെയ്തത്. എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എന്ത് ബെനിഫിറ്റ് ആണ് ഇങ്ങനെ ഒരു എക്സ്റ്റേണൽ കോർഡിനേറ്റ് സിസ്റ്റം ചൂസ് ചെയ്യുന്നത് കൊണ്ടുണ്ടാവുക എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. വാട്ട് ബെനിഫിറ്റ് വിൽ ബി ദെയർ ഫോർ ചൂസിങ് ആൻ എക്സ്റ്റേണൽ കോർഡിനേറ്റ് സിസ്റ്റം വിച്ച് ഇസ് നോട്ട് എ പാർട്ട് ഓഫ് ദ ബ്ലോക്ക് ഓർ പാർട്ട് ഓഫ് ദ വെഡ്ജ്? വാട്ട് ബെനിഫിറ്റ് വിൽ ബി ദെയർ ഫോർ us? Can anybody answer? വെഡ്ജിന്റെ മുകളിൽ ഇങ്ങനെ ഒരു കോർഡിനേറ്റ് സിസ്റ്റം നമുക്ക് വേണമെങ്കിൽ ഫിക്സ് ചെയ്യാമായിരുന്നു, എക്സ് വൈ ആക്സസ്, എന്നിട്ട് അത് വെച്ചിട്ട് നമ്മുടെ പ്രോബ്ലം നമുക്ക് റൈറ്റ് ചെയ്യാമായിരുന്നു. പക്ഷെ അതിന് പകരം നമ്മൾ പുറത്തൊരു കോർഡിനേറ്റ് സിസ്റ്റം എടുത്തിട്ട് അതിൽ നിന്നുള്ള ദൂരങ്ങളും അതിൽ നിന്നുള്ള വിത്ത് റെസ്പെക്ട് ടു അതിനോടുള്ള കോർഡിനേറ്റ്സ് ആണ് നമ്മൾ ഇവിടെ പരിഗണിച്ചത്. വൈ ഡിഡിൻ വി കൺസിഡർ എ കോർഡിനേറ്റ് സിസ്റ്റം ദാറ്റ് ഈസ് ഫിക്സഡ് ഓൺ ദ വെഡ്ജ് ഓർ ഓൺ ദ ബ്ലോക്ക്? അങ്ങനെ ചെയ്യാമായിരുന്നില്ലേ? എനി ലോജിക്?
എന്ത് ഡിഫിക്കൽട്ടിയാണ് അങ്ങനെയുള്ള ഒരു ചോയ്സ് നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിൽ ഉണ്ടാക്കുക? യാ, ഫൈൻ, വെരി ഗുഡ്. ഓക്കെ, നമുക്കറിയാം, നമ്മൾ മുൻപ് പറഞ്ഞപ്പോൾ കോർഡിനേറ്റ് സിസ്റ്റത്തിനെ പറ്റി രണ്ട് രീതിയിലുള്ള ക്ലാസിഫിക്കേഷൻ പറഞ്ഞിരുന്നു. സോ ദ കോർഡിനേറ്റ് സിസ്റ്റംസ് ക്യാൻ ബി ഐദർ ഇനേർഷ്യൽ കോർഡിനേറ്റ് സിസ്റ്റം ഓർ നോൺ ഇനേർഷ്യൽ കോർഡിനേറ്റ് സിസ്റ്റം. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മയുണ്ടാവുമെന്ന് കരുതുന്നു. എന്താണ് നോൺ ഇനേർഷ്യൽ കോർഡിനേറ്റ് സിസ്റ്റങ്ങളുടെ പ്രത്യേകത? അവിടെ ആ സിസ്റ്റത്തിന് തന്നെ സ്വന്തമായി ഒരു ആക്സലറേഷൻ ഉണ്ടാവും. ദ നോൺ ഇനേർഷ്യൽ കോർഡിനേറ്റ് സിസ്റ്റംസ് ആർ നത്തിങ് ബട്ട് ആക്സലറേറ്റിംഗ് സിസ്റ്റംസ് ആയിരിക്കും. ഇനി ആക്സലറേറ്റിംഗ് സിസ്റ്റത്തിൽ നമുക്കറിയാം ന്യൂട്ടന്റെ ലോസ് നമുക്ക് മാറ്റമില്ലാതെ ഒരിക്കലും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. So the Newton's laws of motion are applicable without modification only for inertial coordinate system which are non-accelerating. ഇപ്പോൾ നോൺ ആക്സലറേറ്റിംഗ് ആയിട്ടുള്ള ഇനേർഷ്യൽ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ മാത്രമേ നമുക്ക് ന്യൂട്ടന്റെ നിയമങ്ങൾ വലിയ പ്രതിസന്ധി ഒന്നും കൂടാതെ മോഡിഫിക്കേഷൻ ഒന്നും കൂടാതെ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. സോ ദാറ്റ് ഈസ് സിമ്പിൾ. ഓക്കെ, നോൺ ഇനേർഷ്യൽ കോർഡിനേറ്റ് സിസ്റ്റംസ് ആർ ടു ബി ടേക്കൻ കെയർ ഓഫ്. വളരെ ശ്രദ്ധയോടെയാണ് അവിടെ ന്യൂട്ടന്റെ നിയമങ്ങൾ അപ്ലൈ ചെയ്യേണ്ടി വരിക. അവിടെയാണ് നമ്മൾ മുൻപ് പറഞ്ഞ സ്യൂഡോ ഫോഴ്സുകൾ, അല്ലേ, സ്യൂഡോ ഫോഴ്സുകളൊക്കെ വരിക. കോറിയോളിസ് ഫോഴ്സിനെ പറ്റിയും സെൻട്രിഫ്യൂഗൽ ഫോഴ്സിനെ പറ്റിയൊക്കെ നമ്മൾ മുൻപ് കേട്ടിരുന്നു. അത്തരം ഫോഴ്സുകൾ വരും. അപ്പോൾ അവിടെ വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ടി വരും. അപ്പോൾ എപ്പോഴും നമ്മളൊരു പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് as far as possible try to choose some possible inertial coordinate system. ഇവിടെ വെഡ്ജ് മൂവിങ് ആണ്, അല്ലേ? വെഡ്ജിന് ഒരു ആക്സലറേഷൻ ഉണ്ട്. ക്യാപിറ്റൽ എക്സ് ഡബിൾ ഡോട്ട് എന്ന് പറയുന്ന ഒരു ഹൊറിസോണ്ടൽ ആക്സലറേഷനിലൂടെയാണ് വെഡ്ജ് മൂവ് ചെയ്യുന്നത്. സോ വെഡ്ജ് ഈസ് ഹിയർ ഇൻ ദിസ് എക്സാമ്പിൾ, വെഡ്ജ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് നോൺ ഇനേർഷ്യൽ. എന്താണ്? ഒരു വെഡ്ജിന്റെ മുകളിലാണ് നിങ്ങൾ കോർഡിനേറ്റ് സിസ്റ്റം ഫിക്സ് ചെയ്തിരുന്നതെങ്കിൽ ദാറ്റ് വിൽ ബി ആൻ എക്സാമ്പിൾ ഓഫ് എ നോൺ ഇനേർഷ്യൽ കോർഡിനേറ്റ് സിസ്റ്റം where you cannot apply the Newton's laws of motion as such. Okay, good. That's a very good answer for that. Okay, fine. So that's all what I have to tell you. ഒരു കാര്യം കൂടി ഓർത്തിരിക്കുക, the constraint equations are always independent of the applied forces. നിങ്ങളിവിടെ കണ്ടിട്ടുണ്ടാവും, നമ്മൾ സെക്കൻഡ് ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ കൺസ്ട്രെയിൻറ്റ് ഇക്വേഷനിൽ ഈ സിസ്റ്റത്തിന്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകളൊന്നും വന്നിട്ടില്ല, അല്ലേ? ഗ്രാവിറ്റി എന്ന് പറയുന്ന ഒരു ഫോഴ്സിന് മുകളിൽ ആക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ വെഡ്ജിനെ ഹൊറിസോണ്ടലായിട്ട് മൂവ് ചെയ്യണമെങ്കിൽ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ആരെങ്കിലും ഇതിന് മുകളിൽ ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ടാവും. അങ്ങനെ സിസ്റ്റത്തിന്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകളൊന്നും തന്നെ ഈ കൺസ്ട്രെയിൻറ്റ് ഇക്വേഷനിൽ വന്നിട്ടില്ല എന്നുള്ള കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽ വരേണ്ടതാണ്. സോ അവർ കൺക്ലൂഷൻ ഈസ് ദാറ്റ് ദ കോർഡിനേറ്റ് സിസ്റ്റം ചോസൺ ഷുഡ് ബി ആൻ ഇനേർഷ്യൽ വൺ. Second one, the constraint equations are not affected by the applied forces or they are independent of the applied forces. Okay, so having done this problem extensively, നമ്മൾ ആ പ്രോബ്ലം നിങ്ങൾക്ക് കാണാൻ ടെക്സ്റ്റ് ബുക്കിൽ വളരെ ചെറുതായിട്ട് കൊടുത്തു. നമ്മൾ അതിനെ കൂടുതലൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയായിരുന്നു. ട്രൈ ടു ഡിസ്കസ് ദ പ്രോബ്ലം ഇൻ ഡീറ്റെയിൽ. നമ്മളിപ്പോൾ കിട്ടുന്ന ഒരു പ്രോബ്ലത്തിനെ അതിൻ്റെ മാത്തമാറ്റിക്കൽ റിലേഷൻസിൻ്റെ അപ്പുറത്തേക്ക് മറികടന്ന് അതിനെപ്പറ്റി ചിന്തിക്കണം. ഓരോ ക്വാണ്ടിറ്റിയും എന്താണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്, ആ ഇക്വേഷൻസ് എന്താണ് ശരിക്കും നമ്മളോട് പറയാൻ ശ്രമിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് കുറച്ച് സമയം നമ്മളെപ്പോഴും സ്പെൻഡ് ചെയ്യണം. ദാറ്റ് വിൽ മേക്ക് യു ഗുഡ് ഇൻ ഫിസിക്സ്, ഗുഡ് ഇൻ കോൺസെപ്ച്വൽ ഫിസിക്സ്. ഓക്കെ, ഓൾവേസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദ സ്റ്റോറി ബിഹൈൻഡ് എവറി പ്രോബ്ലം. ഓരോ ചെറിയ പ്രോബ്ലത്തിൻ്റെയും പുറകിൽ ധാരാളം കഥകളുണ്ടാവും. ആ കഥകൾ തിരിച്ചറിയാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നിങ്ങളിപ്പോൾ തുടക്കത്തിൽ ചെയ്യേണ്ടത്. ഓക്കെ, സോ if that is done, I think we can discuss the other two problems. Two more problems are given related to linear motion in constraint topic. നമുക്ക് അത് വളരെ പെട്ടെന്നൊന്ന് ഡിസ്കസ് ചെയ്യാൻ പറ്റും. So I'm going to the second problem straight away. It's quite simple. ഇവിടെ എല്ലാം നമ്മൾ ലീനിയർ മോഷൻ, ഒന്നുകിൽ എക്സ് ആക്സിസിൽ അല്ലെങ്കിൽ വൈ ആക്സിസിൽ നടക്കുന്ന മൂവ്മെന്റ് മാത്രമേ പഠിക്കുന്നുള്ളൂ. വി ഡു നോട്ട് കൺസിഡർ സർക്കുലർ മോഷൻ നൗ. സർക്കുലർ മോഷൻ നമ്മളിപ്പോൾ ഇവിടെ പരിഗണിക്കുന്നില്ല എന്നുള്ള കാര്യം ശ്രദ്ധിക്കണം. സെക്കൻഡ് പ്രോബ്ലം ചോസൺ ഈസ് മാസസ് ആൻഡ് പുള്ളി. അപ്പം നമ്മൾ മാസ് പുള്ളി സിസ്റ്റംസിന് ഒരു എക്സാമ്പിൾ കണ്ടിരുന്നു, വിച്ച് ഇസ് നോൺ ആസ് അറ്റ്വുഡ്സ് മെഷീൻ. പക്ഷേ അറ്റ്വുഡ് മെഷീനിൽ നമ്മുടെ പുള്ളി എന്ന് പറയുന്ന ആ കപ്പി ഒരു നിശ്ചിത സ്ഥലത്ത് ഫിക്സഡ് ആയിരുന്നു. ദർ വാസ് എ പിവറ്റ് ഫോർ ദ പുള്ളി. അപ്പം പുള്ളി ഫിക്സഡ് ആയിരുന്നു. മാസസ് 1ഉം 2 ആയിരുന്നു മൂവ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യാൻ പോകുന്ന ഈ പ്രോബ്ലത്തിൽ നമ്മൾ പുള്ളിയും കൂടെ മൂവ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഈ സിസ്റ്റം മുഴുവനായിട്ട് മൂവ് ചെയ്യുന്നതായിട്ട് പരിഗണിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും, നേരത്തെ കണ്ട പ്രോബ്ലത്തിലും വെഡ്ജും അതോടൊപ്പം എന്താണ് ബ്ലോക്കും ഒരുമിച്ച് മൂവ് ചെയ്യുന്നതായിട്ടാണ് നമ്മൾ പറഞ്ഞത്. അതുപോലെ തന്നെ ഇവിടുത്തെ പുള്ളിയും അതുപോലെ നമ്മുടെ എന്താണ് 1, 2 എന്ന് പറയുന്ന രണ്ട് ബ്ലോക്കുകളും അടങ്ങിയ സിസ്റ്റം മുഴുവനായിട്ട്
വൈ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നു എന്ന് കരുതുക. അതായത് ഈ സിസ്റ്റം മുഴുവനായിട്ട് മുകളിലേക്ക് മൂവ് ചെയ്യുന്നു. ഓക്കെ, പുള്ളി അടക്കം നമ്മൾ മുകളിലേക്ക് മൂവ് ചെയ്യുന്നു. അപ്പോൾ ഈ പുള്ളിയുടെ ആക്സലറേഷനെയാണ് ഇവിടെ ക്യാപിറ്റൽ എ എന്ന് കാണിച്ചിരിക്കുന്നത്. സോ ദ വെർട്ടിക്കൽ ആക്സലറേഷൻ ഓഫ് ദ പുള്ളി ഈസ് ഗിവൺ ബൈ ക്യാപിറ്റൽ എ. സോ വാട്ട് ഈസ് ക്യാപിറ്റൽ എ? ക്യാപിറ്റൽ എ ഈസ് ഫോർ ദ പുള്ളി വെർട്ടിക്കൽ ആക്സലറേഷൻ. ഞാൻ അതിനെ എ വി എന്ന് എഴുതുവാണ്. ഓക്കെ, അത് തീർച്ചയായിട്ടും എന്തായിരിക്കും? ഐ ക്യാൻ റൈറ്റ് ദാറ്റ് വിൽ ബി ദാറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ക്യാപിറ്റൽ എ എന്നാണ് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. വെർട്ടിക്കൽ ഡയറക്ഷനുള്ള ആക്സലറേഷൻ ആണ് അത്. തീർച്ചയായിട്ടും ഈ പുള്ളിയുടെ വൈ കോർഡിനേറ്റിന്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് ആയിരിക്കും അല്ലേ. അപ്പോൾ ഇവിടെ പുള്ളിയുടെ വൈ കോർഡിനേറ്റ് നോക്കുക. പുള്ളിയുടെ വൈ കോർഡിനേറ്റ് ആയിട്ട് കാണിച്ചിരിക്കുന്നത് താഴെ ഒരു റെഫറൻസ് സിസ്റ്റം. ഇതാണ് നമ്മുടെ റെഫറൻസ് ലെവൽ. സോ ദിസ് ഈസ് അവർ ഒറിജിൻ. ഇതാണ് ഒറിജിൻ എന്ന് കരുതുക. ഓക്കെ, ഈ ഒറിജിനെ ആധാരമാക്കി പുള്ളിയുടെ കോർഡിനേറ്റ് വൈ കോർഡിനേറ്റ് എന്ന് പറയുന്നത് വൈ പി എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വൈ സ്മോൾ വൈ പി. സോ സ്മോൾ വൈ പി ഈസ് ദ coordinate, y coordinate of the pulley with respect to a coordinate system fixed on the ground. So ground എന്തുകൊണ്ട് ഫിക്സ് ചെയ്തു എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ബിക്കോസ് ദിസ് ഈസ് ആൻ നൗ ഇനേർഷ്യൽ കോർഡിനേറ്റ് സിസ്റ്റം. ഇതൊരു ഇനേർഷ്യൽ കോർഡിനേറ്റ് സിസ്റ്റം ആവാൻ വേണ്ടിയിട്ടാണ് ഗ്രൗണ്ടുമായിട്ട് എടുക്കുന്നത്. ഫിക്സഡ് ആണ്. ഓക്കെ, സോ എ വിൽ ബി ഈക്വൽ ടു എന്താ നമുക്ക് പറയാൻ പറ്റുക? വൈ പി ഡബിൾ ഡോട്ട് ആണെന്ന് അറിയാമല്ലോ. ക്യാപിറ്റൽ എ ആക്സലേഷൻ ഓഫ് ദ പുള്ളി വിൽ ബി ഈക്വൽ ടു ഡി സ്ക്വയർ വൈ ബൈ ഡി ടി സ്ക്വയർ ഓഫ് ദ പുള്ളി. അപ്പോൾ വൈ പി ഡബിൾ ഡോട്ട്. അതുപോലെ തന്നെ നിങ്ങൾ നോക്കുക, മാസ് നമ്പർ 1 ഫസ്റ്റ് മാസിന്റെ കോർഡിനേറ്റ് വൈ കോർഡിനേറ്റിനെ y1 എന്നിവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. സോ ഫോർ ദ മാസ് 1 നമ്മൾ ഈ സിമ്പിൾ ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കുന്നത്രേ ഉള്ളൂ. ഫോർ ദ മാസ് 1, ഓക്കെ, ഫോർ മാസ് 1 ആക്സലറേഷൻ അലോങ് ദ വെർട്ടിക്കൽ ഡയറക്ഷൻ. ഞാൻ എ വി എന്ന് എഴുതുവാണ്. എ വി ഓഫ് 1 ഒന്നും എഴുതുന്നില്ല, ജസ്റ്റ് എ വി. വാട്ട് ഈസ് എ വി ഈക്വൽ ടു? അതെന്തായിരിക്കും? അതിന്റെ വൈ കോർഡിനേറ്റിന്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് ആയിരിക്കും. സോ ദാറ്റ് വിൽ ബി y1 ഡബിൾ ഡോട്ട്. അതുപോലെ ഫോർ ദ മാസ് 2 ഇതിനെല്ലാം വെർട്ടിക്കൽ മൂവ്മെന്റ് മാത്രമേ ഉള്ളൂ. ഇറ്റ്സ് വെർട്ടിക്കൽ ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു അതിന്റെ സെക്കൻഡ് അല്ലെ, അതിന്റെ കോർഡിനേറ്റ് അതാണ്, വൈ കോർഡിനേറ്റ് അതാണ്, y2 ആണ്. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു y2 ഡബിൾ ഡോട്ട്. And we consider that the length of the string, ഇവരെ കണക്ട് ചെയ്യുന്ന സ്ട്രിങ്ങിന്റെ ലെങ്ത് കോൺസ്റ്റന്റ് ആണ്. സോ let me say that the length of the string is equal to a constant. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇതൊരു കൺസ്ട്രെയിന്റ് ആണ് അല്ലേ. ഈ ഇങ്ങനൊരു കൺസ്ട്രെയിന്റ് ഉള്ളത് കൊണ്ട് ഈ പുള്ളിക്കോ അല്ലെങ്കിൽ മാസുകൾക്കോ ഇൻഡിപെൻഡന്റ് ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റില്ല. ഇവരുടെ ആക്സലറേഷൻസ് തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവും. There be a relation between this acceleration and this acceleration. And our aim is to find out how these three accelerations are connected. ഇവർ തമ്മിലുള്ള ബന്ധമാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ബിക്കോസ് ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് കൺസ്ട്രെയിൻഡ് മോഷൻ. ഓക്കെ, ഇത് നമുക്ക് വളരെ എളുപ്പമാണ്. നമ്മൾ ഇവിടുത്തെ കൺസ്ട്രെയിൻറ്റ് പരിഗണിക്കുകയാണ്. വാട്ട് ഈസ് എ കൺസ്ട്രെയിൻറ്റ്? ദ കൺസ്ട്രെയിൻറ്റ് ഈസ് ദാറ്റ് ദ ടോട്ടൽ ലെങ്ത് ഓഫ് ദ സ്ട്രിങ് ഈസ് എ കോൺസ്റ്റന്റ്. ടോട്ടൽ ലെങ്ത് ഓഫ് ദ സ്ട്രിങ് ഈസ് എ കോൺസ്റ്റന്റ്. അപ്പോൾ ഇവിടം തൊട്ട് അല്ലേ, ഇവിടെ തൊട്ട് വേണം നമുക്ക് കരുതാം, ഇവിടെ തൊട്ട് മൊത്തത്തിൽ ഉള്ള ഈ സ്ട്രിങ്ങിന്റെ ലെങ്ത് കോൺസ്റ്റന്റ് ആണ്. സോ ദ കൺസ്ട്രെയിൻറ്റ് ഈസ് ലെങ്ത് ഓഫ് ദ സ്ട്രിങ് ടോട്ടൽ ആണ്. L ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. അതാണ് കൺസ്ട്രെയിൻറ്റ്. നമുക്ക് ഇനി L എന്ന് പറയുന്നതിനെ നമുക്ക് മറ്റു പാരാമീറ്റേഴ്സിന്റെ ടേംസിലേക്ക് മാറ്റി എഴുതാം. സോ വാട്ട് ഈസ് L ഈക്വൽ ടു? L എന്നുള്ളതിനെ നമുക്ക് പല രീതിയിൽ പരിഗണിക്കാം. ഒന്ന്, എവിടെ തുടങ്ങാം? ഇവിടം തൊട്ട് ഇവിടം വരെ. ഞാൻ ഇതിനെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാണ്. സോ ദ ഡിസ്റ്റൻസ് ഫ്രം ഹിയർ ടു ഹിയർ എന്ന് എടുക്കാം. ഇതൊരു പാർട്ട്. പിന്നെന്താണ്? ഈ പുള്ളിക്ക് ഒരു ഫൈനൈറ്റ് സൈസ് ഉണ്ടെങ്കിൽ പുള്ളിയുടെ സർക്കംഫറൻസിലൂടെ കടന്നു പോകുന്ന ഒരു പാർട്ടുണ്ട് അല്ലേ. സോ ഇവിടം തൊട്ട് ഇവിടം വരെ സ്ട്രിങ്ങിന്റെ മറ്റൊരു ഭാഗമാണ്. അതുപോലെ എന്താണ് ബാക്കി? ഈ ഒരു നീളം. അപ്പോൾ ഇതാണ് സ്ട്രിങ്ങിന്റെ ടോട്ടൽ നീളം. അപ്പോൾ അതിനെ നമുക്ക് 3 ടേം ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഒന്ന്, വാട്ട് വിൽ ബി ദിസ് മച്ച്. അപ്പോൾ കാണാൻ പറ്റും, അതിനെ yp മൈനസ് y1 എന്ന് എഴുതാൻ പറ്റും. കോർഡിനേറ്റ് റെപ്രസെൻറ്റേഷനിൽ നമുക്ക് എഴുതാം എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു yp പുള്ളിയുടെ y കോർഡിനേറ്റ് മൈനസ് മാസ് 1ന്റെ y കോർഡിനേറ്റ്, yp മൈനസ് y1 എന്ന് എഴുതാൻ പറ്റും. സോ ദാറ്റ് ഗിവ്സ് യു ദിസ് പാർട്ട് ഓഫ് ദ സ്ട്രിങ്. ഇനി അതിന്റെ കൂടെ ബാക്കി എന്തുണ്ട്? ഇതാ ഈ ഒരു സർക്കംഫറൻസൽ അല്ലെ, ഒരു സെമി സർക്കുലർ ആർക്ക് ഉണ്ട്. ഇതിലൂടെ സ്ട്രിങ് കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ആ ലെങ്ത് നമ്മൾ കണക്കിലാക്കണം. അപ്പോൾ പുള്ളിയുടെ റേഡിയസ് 6 ആണ് എങ്കിൽ നമുക്കറിയാം 2πr ആണ് ഇതിന്റെ സർക്കംഫറൻസ്. അങ്ങനെ ആകുമ്പോൾ ഇതിന്റെ സെമി സർക്കിളിന്റെ അല്ലെ, വാട്ട് വിൽ ബി ദിസ് വൺ? ഇറ്റ് വിൽ ബി ഈക്വൽ ടു സിംപ്ലി πr എന്ന് എഴുതാൻ പറ്റും. സോ ഐ ബി റൈറ്റിംഗ് ദിസ് ഈസ് ഈക്വൽ ടു πr, 2πrന്റെ പകുതി പ്ലസ്. ഇനി അതുപോലെ എനിക്ക് ഈ ഒരു ദൂരം പരിഗണിക്കണം. ഈ ദൂരം പരിഗണിക്കാൻ വേണ്ടി എന്ത് ചെയ്തോളാം? വീണ്ടും
ഇതിൻ്റെ സെൻറ്റർ വരെയുള്ള ദൂരമാണ് YP. സോ ഇറ്റ് ബി ഈക്വൽ ടു YP മൈനസ് Y2. YP മൈനസ് Y2. വളരെ കൃത്യമാണ്. നമ്മൾ കോർഡിനേറ്റ്സ് ഒന്ന് ഉപയോഗിക്കാനും ഫിക്സ് ചെയ്യാനും ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം പ്രോബ്ലംസ് ചെയ്യുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ആക്ച്വലി എ കൺസ്ട്രെയിൻറ്റ് ഇക്വേഷൻ. ഇതിനെ വേണമെങ്കിൽ നമുക്ക് കൺസ്ട്രെയിൻറ്റ് ഇക്വേഷൻ എന്ന് വിളിക്കാൻ പറ്റും. ഞാൻ ഇതിനെ ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കുന്നു തൽക്കാലം. ഇനി നമുക്ക് നമ്മുടെ ആഗ്രഹം എന്താണ്? വാട്ട് ഈസ് അവർ മോട്ടിവേഷൻ ഓർ വാട്ട് ഈസ് അവർ എയിം ഹിയർ? ഐ ഹാവ് ടു കണക്ട് ദീസ് 3 ക്വാണ്ടിറ്റീസ്. ഇവരുടെ ആക്സലറേഷൻസ് എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് കണ്ടുപിടിക്കുക. ആക്സലറേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ എന്താ ചെയ്യണമെന്ന് നമുക്കറിയാം. ഈ കോർഡിനേറ്റുകൾ എന്ത് ചെയ്യണം? 2 തവണ ടൈമിന് വിത്ത് റെസ്പെക്റ്റ് ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. സോ ജസ്റ്റ് ഡിഫറൻഷിയേറ്റ് ഇക്വേഷൻ നമ്പർ 1 വിത്ത് റെസ്പെക്ട് ടു ടൈം ട്വൈസ്. 1 by 1 ആയിട്ട് ചെയ്താൽ വെലോസിറ്റിയിലൂടെ കടന്നു പോകും. ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല, നേരിട്ട് ചെയ്യാൻ നിങ്ങൾക്കറിയാം. സോ ഡിഫറൻഷിയേറ്റിംഗ് ഇക്വേഷൻ 1 ട്വൈസ്. 2 തവണ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. വിത്ത് റെസ്പെക്ട് ടു എന്താണെന്ന് അറിയാം. ടൈം കടന്നു പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് അറിയേണ്ടത്. സോ വിത്ത് റെസ്പെക്ട് ടു ടൈം. സോ വാട്ട് ബി ദ തിങ്? ലെങ്ത് L ഒരു കോൺസ്റ്റന്റ് ആയതുകൊണ്ട് അതിന്റെ ഡെറിവേറ്റീവ് എടുത്താൽ 0 ഈക്വൽ ടു YP ഡബിൾ ഡോട്ട് അല്ലേ? YP ഡബിൾ ഡോട്ട് മാറിക്കൊണ്ടേയിരിക്കില്ലേ ബോഡി മുകളിലേക്ക് മൂവ് ചെയ്യുമ്പോൾ? അതൊരു വേരിയബിൾ ആണ്. സോ ഇറ്റ് ബി YP വിൽ ബി വേരിയബിൾ. സോ YP ഡബിൾ ഡോട്ട് മൈനസ് Y1 ഡബിൾ ഡോട്ട് അല്ലേ? Y1ന്റെ ആക്സലറേഷൻ, M1ന്റെ ആക്സലറേഷൻ ആണ് Y1 ഡബിൾ ഡോട്ട് പ്ലസ് പൈ ആറിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ പൈയും ആറും കോൺസ്റ്റന്റ് ആണ്. സോ ദാറ്റ് വിൽ ബി 0. ഓക്കെ, പ്ലസ് സിമിലർലി YP ഡബിൾ ഡോട്ട് അടുത്ത ടൈമിൽ YP ഡബിൾ ഡോട്ട് മൈനസ് വാട്ട്? Y2 ഡബിൾ ഡോട്ട്. Okay, ഇനി നിങ്ങൾക്ക് ഈ 2 YP ഉണ്ട്. സോ ദർ ആർ 2 YP there. സോ യു ക്യാൻ ജസ്റ്റ് കമ്പൈൻ ഇറ്റ്. സോ ഓൺ ജസ്റ്റ് കമ്പൈനിങ് ഇറ്റ്, Y1 ഡബിൾ ഡോട്ടിനെയും മൈനസ് Y2 ഡബിൾ ഡോട്ടിനെയും നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എങ്കിൽ ഇത് ടേംസ് നമുക്ക് അപ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 2 YP ഡബിൾ ഡോട്ട് ഈസ് ഈക്വൽ ടു സിംപ്ലി Y1 ഡബിൾ ഡോട്ട് പ്ലസ് വാട്ട്? Y2 ഡബിൾ ഡോട്ട് എന്ന് കിട്ടും. ഓർ ഐ വിൽ ബി ഗെറ്റിംഗ് YP ഡബിൾ ഡോട്ട്. എന്താണ് YP ഡബിൾ ഡോട്ട്? ഫിസിക്കൽ മീനിങ് നോക്കണേ. YP ഡബിൾ ഡോട്ട് എന്താണ്? പുള്ളിയുടെ വെർട്ടിക്കൽ ആക്സലറേഷൻ ആണ്. P denotes പുള്ളി. That will be equal to simply Y1 double dot plus what? Y2 double dot divided by 2. So that will be the half of the total acceleration of Y1 and Y2. So that is the relationship. Means both the pulley as well as the masses will be having accelerations which is connected by this particular equation. So that is a connection between the acceleration. There is nothing, okay, just you can take some examples and do that one. So before I wind up the session, let me conclude the third example given in your textbook also. It's all trivial examples. വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾസ് ആണ്. നിങ്ങൾക്ക് തമ്മിൽ റിലേഷൻസ് കണ്ടെത്തുന്നത് എങ്ങനെയെന്ന് പഠിക്കാനും പരിചയപ്പെടാനും വേണ്ടി മാത്രമാണ് ക്ലെപ്നർ ഇങ്ങനെയുള്ള കുറച്ച് എക്സാമ്പിൾസ് തന്നിരിക്കുന്നത്. ബട്ട് ഇറ്റ് വിൽ ഗിവ് യു സം ഇൻസൈറ്റ്സ്. ഓക്കെ, ആ ഇൻസൈറ്റ്സ് നിങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുക. സോ ദിസ് ഈസ് യെറ്റ് അനദർ എക്സാമ്പിൾ ഓഫ് പുള്ളി സിസ്റ്റംസ്. ഇവിടെ ഒരു പുള്ളിക്ക് പകരം 2 പുള്ളീസ് ആണുള്ളത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ നോക്കുക, 1 ഓഫ് ദ പുള്ളീസ് ഹിയർ, ഞാൻ ഇതിനെ P1 എന്ന് വിളിക്കുന്നു, പുള്ളി 1, ആൻഡ് ദിസ് വൺ ഈസ് P2. 1 ഓഫ് ദ പുള്ളീസ് ഹിയർ ഈസ് ഫിക്സഡ് ടു എ ഇനേർഷ്യൽ കോർഡിനേറ്റ് അല്ലെ? ഇനേർഷ്യൽ ഫ്രെയിമുമായിട്ട് ഒരു പുള്ളി ഫിക്സഡ് ആണ്. സോ ദിസ് ഈസ് ആർ വാട്ട് യു സേ, ദിസ് ഈസ് ആർ കോർഡിനേറ്റ് സിസ്റ്റം. ഓക്കെ, ഇവിടെയാണ് ഫിക്സഡ് ആയിട്ട് കോർഡിനേറ്റ് സിസ്റ്റം. അപ്പോൾ ഇതാണ് നമ്മുടെ ഒറിജിൻ എന്ന് എടുത്താൽ മതിയാവും. ഇനി ഇവിടെയും നമ്മൾ ഹൊറിസോണ്ടൽ മോഷൻ എടുക്കുന്നില്ല, വെർട്ടിക്കൽ മോഷൻ മാത്രമേ ഉള്ളൂ. സോ ദിസ് ഇസ് അഗെയിൻ മോഷൻ ഇൻ എ ലൈൻ. ഓക്കെ, അപ്പോൾ ഇവിടെ Y ആക്സിസ് എന്ന് എടുക്കുന്നതിന് പകരം X എന്ന് എടുത്തേ ഉള്ളൂ. സോ യു ഹാവ് ദ ഫ്രീഡം ടു നെയിം എനി ആക്സിസ് ആസ് X ആൻഡ് Y. X എന്നോ Y എന്നോ വിളിക്കുന്നതിലൊന്നും തെറ്റില്ല. ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഒരു ചരട് അല്ലേ? ഒരു ചരടിൻ്റെ ഒരറ്റം ഈ ഫിക്സഡ് പ്ലെയിൻ്റെ മുകളിൽ ഫിക്സ് ചെയ്തിരിക്കുന്നു. സോ ഇറ്റ് ഈസ് ഓക്കെ ടൈഡ് ടു വൺ എൻഡ്. എന്നിട്ട് ആ ചരടിൽ ഒരു പുള്ളി ഫ്രീ ആയിട്ട് തൂക്കിയിട്ടിരിക്കുന്നു. നിങ്ങൾ ഇത്തരത്തിലുള്ള പുള്ളി സിസ്റ്റംസ് ഒക്കെ ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ടാവും ക്രെയിനുകളിലൊക്കെ അല്ലേ? ക്രെയിൻസ്, അതുപോലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ കിണറ്റിൽ നിന്നൊക്കെ, കിണറ്റിൽ നിന്ന് വെള്ളം കോരുമ്പോൾ നമ്മൾ ഒരു പുള്ളി സിസ്റ്റമാണ് ഉപയോഗിക്കുക. പക്ഷേ കിണറ്റിൽ നിന്ന് മിക്കവാറും എന്താണ് മണ്ണ് കോരി എടുക്കുമ്പോഴൊക്കെ പലപ്പോഴും നല്ല വളരെ പരിചയമുള്ള ആൾക്കാർ കിണർ കുത്തുമ്പോഴൊക്കെ എന്ത് ചെയ്യുന്നുണ്ടാവും? ഒന്നിലധികം പുള്ളികളുടെ സിസ്റ്റം ഉപയോഗിച്ച് അവരുടെ വർക്ക് ലഘൂകരിക്കുന്നത് നിങ്ങൾ ഒരുപക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ ഓർത്താൽ മതി, ക്രെയിനുകളിലും മറ്റുമൊക്കെ മൾട്ടിപ്പിൾ പുള്ളി സിസ്റ്റംസ് ആണ് നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ അതിൽ ഇവിടെ കാണുന്ന സെക്കൻഡ് P1 എന്ന് പറയുന്ന പുള്ളി ഫ്രീ ആണ്. ആക്ച്വലി ഫ്രീ എങ്ങനെയാണ് ഫ്രീ? അത് ആ റോപ്പ് അതിലൂടെ കടന്നു പോകുന്നു. അതിൻ്റെ അർത്ഥം P1 എന്ന് പറയുന്ന പുള്ളിക്ക് മുകളിലേക്കോ താഴേക്കോ മൂവ് ചെയ്യാനുള്ള ഒരു ഫ്രീഡം ഉണ്ട്, ഡിപ്പെൻഡിങ് ഓൺ ദ പൊസിഷൻ ഓഫ് ദ റോപ്പ്. ഇനി ആ റോപ്പ് ഇങ്ങനെ വന്ന് അല്ലേ ഈ പുള്ളിയിലൂടെ കടന്നുപോയി, പുള്ളി ഈ റോപ്പിൽ തൂങ്ങിക്കിടക്കുകയാണെന്ന് ഓർക്കണം. ഓക്കെ, അപ്പോൾ ഇതിലൂടെ കടന്നു പോയിട്ട് തിരിച്ച് ഇതിലൂടെ വരുന്നു. എന്നിട്ട് ഇവിടെ
എന്താണ് ഈ റോപ്പിൻ്റെ അറ്റത്താണ് നമ്മളൊരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നത്. സോ ദ എൻഡ് ഓഫ് ദ റോപ്പ് വി ആർ എക്സേർട്ടിങ് എ ഫോഴ്സ്. താഴേക്ക് ഒരു ഫോഴ്സ് കൊടുത്തു വരിക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് കാണാൻ പറ്റും എന്താ സംഭവിക്കുക. താഴേക്ക് ഫോഴ്സ് കൊടുക്കുമ്പോൾ റോപ്പ് താഴേക്ക് വരുന്നു. ഓട്ടോമാറ്റിക്കലി നമ്മുടെ P1 എന്ന് പറയുന്ന പുള്ളി മുകളിലേക്ക് മൂവ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ പുള്ളിയുമായി കണക്ട് ചെയ്തിരിക്കുന്ന ഈ മാസ് M എന്ന് പറയുന്ന മാസ് മുകളിലേക്ക് വരുന്നു. അപ്പോൾ ഇതൊക്കെ വർക്ക് ലഘൂകരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചില പുള്ളി സിസ്റ്റംസ് ആണ്. നിങ്ങൾ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്കൊക്കെ നിങ്ങളൊന്ന് റെഫർ ചെയ്യുന്ന നന്നായിരിക്കും. മൾട്ടിപ്പിൾ പുള്ളി സിസ്റ്റം ഉപയോഗിക്കുമ്പോൾ ഒരു പുള്ളി ഉപയോഗിച്ച് ഒരു ലോഡ് ഉയർത്തുന്നതിനേക്കാളും എത്രയോ എളുപ്പമായിരിക്കും ഒന്നിലധികം പുള്ളികളുടെ എന്താണ് കോമ്പിനേഷൻ ഉപയോഗിച്ചിട്ട് ലോഡ് ഉയർത്തുക എന്ന് പറയുന്നത്. നിങ്ങൾ പകുതി എഫേർട്ട് കൊടുത്താൽ തന്നെ നിങ്ങൾക്ക് ലോഡൊക്കെ വളരെ എളുപ്പത്തിൽ ഉയർത്താൻ പറ്റും. സോ ദ ടാസ്ക് ഹിയർ ഈസ് you have to find out the acceleration between എന്താണ് what do you say the coordinates of P1 and what P2. ഓക്കെ, P1 P2ൻ്റെ ആക്സലറേഷൻസുമായിട്ടുള്ള കണക്ഷൻസ്. അതുപോലെ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സുമായിട്ട് റോപ്പിൻ്റെ ആക്സലറേഷൻ, റോപ്പിൻ്റെ ഒരു എൻഡിൻ്റെ ആക്സലറേഷൻ, ഈ ഒരു പോയിന്റിൻ്റെ ആക്സലറേഷൻ, ഈ പോയിന്റിൻ്റെ ആക്സലറേഷൻ ഈ റോപ്പിൻ്റെ മുകളിൽ നമ്മൾ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സുമായി ബന്ധപ്പെട്ടായിരിക്കും. കൂടുതൽ ഫോഴ്സിൽ താഴേക്ക് വലിച്ചാൽ റോപ്പിൻ്റെ ഈ പോയിന്റിന് കൂടുതൽ ആക്സലറേഷൻ ഉണ്ടാവും. അപ്പോൾ ഇവിടെ നമ്മൾ കോർഡിനേറ്റുകൾ ചൂസ് ചെയ്ത് നോക്കുക. P2 എന്ന് പറയുന്ന പുള്ളി ഫിക്സഡ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ കോർഡിനേറ്റ് അല്ലേ, ഈ വെർട്ടിക്കൽ ഡയറക്ഷനുള്ള കോർഡിനേറ്റ് H എന്ന് പറയുന്നത് ഫിക്സഡ് ആണ്, മുകളിൽ നിന്ന് എടുത്തുന്നേ ഉള്ളൂ. ആ സമയം P1 എന്ന് പറയുന്ന പോയിന്റിൻ്റെ അല്ലേ കോർഡിനേറ്റ് എന്താണ്, ക്യാപിറ്റൽ X ആണ്. ക്യാപിറ്റൽ X എന്ന് പറയുന്ന വേരിയബിൾ ആണ്. പുള്ളി മുകളിലേക്ക് പോകുന്തോറും എക്സിൻ്റെ വാല്യൂ കുറയും. അതുപോലെ കയറ് താഴേക്ക് വലിക്കും തോറും ഈ പോയിന്റിൻ്റെ ബലം കൊടുക്കുന്ന പോയിന്റിൻ്റെ കോർഡിനേറ്റ് സ്മോൾ എക്സ് എന്ന് പറയുന്നത് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് അത് മാറുകയും ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എന്താണ് റേഡിയസ് ഓഫ് ദ പുള്ളി എന്ന് പറയുന്നത് 6 എന്ന് എടുത്തോളൂ. രണ്ട് പുള്ളിയും ഐഡന്റിക്കൽ ആണെന്ന് എടുക്കുക. ഇവരുടെ റേഡിയസ് 6 എന്ന് എടുക്കുക. അപ്പം വീണ്ടും കൺസ്ട്രെയിന്റ് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഹിയർ L ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. എന്താണ് L എന്ന് പറയുന്നത്? റോപ്പിന്റെ ലെങ്ത് കോൺസ്റ്റന്റ് ആണ്. L ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. ഓക്കെ, ഒരേ പോയിന്റിൽ പിടിച്ചാണ് വലിക്കുന്നത്, കോൺസ്റ്റന്റ്. അപ്പോൾ അത് നമുക്ക് ഇക്വേഷൻ ആയിട്ട് എഴുതാമല്ലോ. എന്താണ് ഇക്വേഷൻ വരിക? ദാറ്റ് ഈസ് ലെങ്ത് L ഈസ് ഈക്വൽ ടു എന്തൊക്കെയായിരിക്കും? ഒന്ന് എക്സ്, ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ദൂരം, ദാറ്റ് ഈസ് എക്സ്. ക്യാപിറ്റൽ എക്സ് ആണെന്ന് കരുതുക. ചിത്രത്തിൽ എന്താണ് കൊടുത്തിരിക്കുന്നത് അത് എടുത്തിരിക്കുന്നത് ക്യാപിറ്റൽ എക്സ്. X1 എന്ന് എടുക്കാമായിരുന്നു, നോ പ്രോബ്ലം. അതിനുശേഷം എന്താണ് ഇതാ ഇത്രയും ദൂരം, ഇത് ഈ പുള്ളി ഫസ്റ്റ് പുള്ളിയിലൂടെ ഇത്രയും ദൂരം കടന്നു പോകുന്നുണ്ട് സർക്കംഫറൻസിലൂടെ. അപ്പോൾ അതെന്തായിരിക്കും? പ്ലസ് പൈ ആർ, എക്സ് പ്ലസ് പൈ ആർ അല്ലേ, ആർ റേഡിയസ് ആണെന്ന് എഴുതുക. പ്ലസ് ഇനി നോക്കേണ്ടത് നമുക്ക് ഇതാ ഇത്രയും ദൂരം ഉണ്ട് അല്ലേ, ഇതാ ഇത്രയും ദൂരം റോപ്പിൻ്റെ ഈ ഒരു ദൂരം നമുക്ക് കണക്കിലെടുക്കണം. ഈ ഒരു ദൂരം കണക്കിലെടുക്കാൻ വേണ്ടി എന്ത് എഴുതാൽ മതി? ഓക്കെ, ദാറ്റ് വിൽ ബി ഈക്വൽ ടു ക്യാപിറ്റൽ എക്സ് മൈനസ് എച്ച് എന്ന് എഴുതിക്കൂടെ? സോ ഐ ക്യാൻ റൈറ്റ് ദാറ്റ് വൺ ക്യാപിറ്റൽ എക്സ് മൈനസ് എച്ച്, എക്സ് മൈനസ് എച്ച് എന്ന് എഴുതാം. ഇനി പ്ലസ് വീണ്ടും എന്ത് വരും? റോപ്പ് ഇതിന് മുകളിലൂടെ സർക്കംഫറൻസിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ വീണ്ടും ഒരു പൈ ആർ വരും. രണ്ട് പുള്ളിയും ഐഡന്റിക്കൽ ആണ്. സോ ദാറ്റ് ഈസ് അഗെയിൻ ഓക്കെ പൈ ആർ പ്ലസ് എന്താണ്, ഇനി എനിക്ക് ഇവിടെ തൊട്ട് ഇവിടം വരെയുള്ള ദൂരമാണ് എടുക്കേണ്ടത്. അതെന്തായിരിക്കും? സ്മോൾ എക്സ് മൈനസ് എച്ച് ആയിരിക്കും. സ്മോൾ എക്സ് മൈനസ് എച്ച് ആണ്. സിമ്പിൾ കോർഡിനേറ്റ്സ്. നമ്മൾ എടുക്കുന്ന കോർഡിനേറ്റ് അനുസരിച്ച് വാല്യൂസ് മാറും. ഇനി എന്ത് ചെയ്യണം? ഈ അതായത് രണ്ട് മൂവിങ് പാർട്ട് എവിടെയുള്ളൂ? ഒന്ന് P1 എന്ന് പറയുന്ന പുള്ളിയാണ്. രണ്ടാമത്തത് എന്താണ്? നമ്മുടെ ഈ പോയിന്റ് ആണ്, പുള്ളി ചെയ്യുന്ന പോയിന്റ് ആണ്. അപ്പോൾ ഇവരുടെ ആക്സലറേഷൻസ് എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ വാട്ട് യു ടു ഡു? യു ഹാവ് ജസ്റ്റ് ഡിഫറൻഷിയേറ്റ് ട്വൈസ് ഓക്കെ ദിസ് ഇക്വേഷൻ നമ്പർ 1 വിത്ത് റെസ്പെക്ട് ടു ടൈം. അപ്പോൾ എന്തായിരിക്കും? ലെഫ്റ്റ് സൈഡിൽ 0 എന്ന് കിട്ടും, ക്യാപിറ്റൽ എക്സ് ഡോട്ട് അവിടെ കിട്ടും അല്ലേ. പിന്നെന്താ സംഭവിക്കുക? പൈ ആർ എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ആണ്, അത് 0 ആണ്. ഇവിടെ ഒരു ക്യാപിറ്റൽ എക്സ് ഡോട്ട് കിട്ടും. സോ ദാറ്റ് വിൽ ബി പ്ലസ് ക്യാപിറ്റൽ എക്സ് ഡോട്ട് അഗെയിൻ എക്സ് ഡബിൾ ഡോട്ട് ദെൻ എച്ച് 0 ആണ്, ദെൻ പൈ ആർ 0 ആണ്. സോ പ്ലസ് എക്സ് ഡോട്ട് ഓക്കെ എക്സ് ഡബിൾ ഡോട്ട് എന്നുള്ളതാണ് കിട്ടുക. ഇത് 0 ആണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കാര്യം കിട്ടിയല്ലോ. എന്താണ് കിട്ടുക? സോ ദാറ്റ് ഈസ് 2x ഡബിൾ ഡോട്ട്. മീനിങ്ങൾ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. 2x ഡബിൾ ഡോട്ട് ഈസ് ഈക്വൽ ടു മൈനസ് എക്സ് ഡോട്ട്, എക്സ് ഡബിൾ ഡോട്ട് ആക്സലറേഷൻസ് ആണ്. ഓക്കെ, ഓർ ഐ വിൽ ഗെറ്റ് ക്യാപിറ്റൽ എക്സ് ഡബിൾ ഡോട്ട് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ എക്സ് ഡബിൾ ഡോട്ട് ഈസ് ഈക്വൽ ടു എന്താ കിട്ടുക? മൈനസ് ഓഫ് എക്സ് ഡബിൾ ഡോട്ട് ബൈ 2. സോ ദിസ് ഈസ് ദ റിലേഷൻ ദാറ്റ് വി ആർ ഗോയിങ് ടു ഗെറ്റ്. ക്യാപിറ്റൽ എക്സ് ഡബിൾ ഡോട്ട് എന്ന് പറയുന്നത് എന്താണ്? P1 എന്ന് പറയുന്ന പുള്ളിയുടെ ആക്സലറേഷൻ ആണ്. ആ സമയം നോക്കുക ദ സ്മോൾ എക്സ് ഡബിൾ ഡോട്ട് എന്ന് പറയുന്നത് എന്താണ്? ഈ റോപ്പിന്റെ ആക്സലറേഷൻ ആണ്. അതായത് റോപ്പിന് മുകളിൽ കൊടുക്കുന്ന ഫോഴ്സിനോട് പ്രൊപ്പോർഷണേറ്റ് ആയിട്ടുള്ള ആക്സലറേഷൻ ആണ്. ഇതിലൂടെ ഒരു മൈനസ് സൈൻ കാണുന്നതിന്റെ അർത്ഥം നിങ്ങൾക്കറിയാം. റോപ്പിനെ താഴേക്ക് വലിക്കുമ്പോൾ ഓക്കെ എന്താണ്? ഈ പുള്ളി P1 വിൽ ബി മൂവിങ് അപ്വേർഡ്.
റോപ്പിനെ നമ്മൾ മുകളിലേക്ക് ഫ്രീ ആക്കുകയാണെങ്കിൽ പുള്ളി വിൽ ബി മൂവിങ് ഡൗൺവേർഡ്. സോ ദീസ് ടു ആക്സലറേഷൻസ് ആർ ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്നാണ് ഇവിടെ ഈ മൈനസ് സൈൻ കൊണ്ട് സൂചിപ്പിക്കുന്നത്. സോ ട്രൈ ടു തിങ്ക് ഓൺ ദിസ് പ്രോബ്ലം മോർ. എന്താണ് ഇത് ഉദ്ദേശിക്കുന്നത് ഞാൻ പറഞ്ഞ ഈ കാര്യത്തോട് കൂട്ടി വായിക്കുക. 2 പുള്ളീസ് ഉപയോഗിക്കുമ്പോൾ 1 പുള്ളി ഉപയോഗിക്കുന്നതിനേക്കാളും എളുപ്പത്തിൽ നമുക്ക് ലോഡ് ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു ടോപ്പിക്കുമായി കണക്ട് ചെയ്തിട്ട് ഈ ആക്സലറേഷൻ്റെ മീനിങ് ഒന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. സോ ഐ വൈൻഡ് അപ്പ് ദ സെഷൻ ഹിയർ. നമ്മൾ ഇതുവരെ കൺസ്ട്രെയിൻസിൻ്റെ എക്സാമ്പിൾ പറഞ്ഞതെല്ലാം ലീനിയർ മോഷൻ ആയിരുന്നു. ഒന്നുകിൽ എക്സ് ഡയറക്ഷനിൽ അല്ലെങ്കിൽ വൈ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന കേസുകളായിരുന്നു. ഇനി നമുക്ക് ഫിസിക്സിൽ ധാരാളം പ്രോബ്ലംസ് റൊട്ടേഷണൽ അഥവാ സർക്കുലർ മോഷൻ ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്ന മോഷൻസ് ഉണ്ട്. അപ്പോൾ അത്തരം മോഷൻസ് പഠിക്കാൻ നമുക്ക് വ്യത്യസ്ത കോർഡിനേറ്റ് സിസ്റ്റംസ് ആവശ്യമാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് അടുത്ത ആഴ്ച നമ്മൾ കാണുന്നതിന് മുമ്പ് ഒരു ടാസ്ക് തരികയാണ്. ഐ എം ഗിവിംഗ് യു ആൻ അസൈൻമെൻറ്റ് ഹിയർ, റീഡിംഗ് അസൈൻമെൻറ്റ്. നിങ്ങൾ ക്ലപ്നറിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ I have given here page number 27 to 37 minimum. അതായത് ഫസ്റ്റ് ചാപ്റ്റർ ആണ്, മാത്തമാറ്റിക്കൽ പ്രിലിമിനറീസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ക്ലപ്നർ ആൻഡ് കോലൻകോ എന്ന് പറയുന്നത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ 27 തൊട്ട് 37 വരെയുള്ള പേജുകളിലൂടെ നിങ്ങളൊന്ന് കടന്നു പോവുക, വായിച്ചു നോക്കുക, കഴിയുന്നത്ര മനസ്സിലാക്കുക. വിച്ച് ഡിസ്കസ് അബൌട്ട് പോളാർ കോർഡിനേറ്റ് സിസ്റ്റംസ്. ഇതൊരു മാത്തമാറ്റിക്കൽ ഫണ്ടമെന്റൽസ് ആണ്. ഈ കോർഡിനേറ്റ് സിസ്റ്റത്തെ പറ്റി പഠിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് അടുത്തുള്ള സർക്കുലർ മോഷൻ പ്രോബ്ലംസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. സോ ടേക്ക് ടൈം ആൻഡ് റീഡ് these pages so that it will be convenient for both of us to just discuss the next problems. Okay, thank you. You may leave. Thank you. Thank you, sir.